ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നതിനൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതായി ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോൾസൺ. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ എന്തൊക്കെയുണ്ട്? സന്തോഷമായിരിക്കുന്നുവോ? ദൈവം നടത്തുന്നു, സന്തോഷമായിരിക്കുന്നു. ഓക്കെ ദൈവദാസനെ കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെതായ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദാസനെ ദൈവകരങ്ങളിലാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിനെ കണ്ടുമുട്ടിയതും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും ഒക്കെ സംസാരിപ്പാന് ദൈവത്തിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തണേ. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. ഈ സാക്ഷ്യത്തിലൂടെ അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാന് ദൈവം സഹായിക്കണമേ. നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാന്നിധ്യത്തിനുള്ള അല്പസമയം ഇരുത്തിയാട്ടോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ. കർത്താവിൻ്റെ ദാസനെ ദേവദാസൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യാനുള്ള ടൈമാണ് ഇപ്പോൾ. അത് ഞാൻ തരികയാണ്. ഓക്കെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോയ്സ് ടി വിയിലൂടെ ഇന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ആ സാക്ഷ്യത്തിന്റെ തുടർമാനമായ ശുശ്രൂഷകളിൽ ഇന്ന് എനിക്ക് ഭാഗവാക്കാകുവാൻ ദൈവം കൃപ നൽകി. അണിയറ പ്രവർത്തകരെല്ലാവരെയും വിശേഷാൽ സ്നേഹോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കേൾവിക്കാരായ എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവിന്റെ സ്നേഹത്തെ, കർത്താവിന്റെ വിശ്വസ്തതയെ, അവന്റെ കരുണയെ അറിയുവാനും ഒരു പടി കൂടി അറിഞ്ഞവർക്ക് അടുക്കുവാനും കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് അല്പസമയം നിങ്ങളുമായിട്ട് എൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ പോൾസൺ ഒഫീഷ്യലായിട്ടും ആണെങ്കിലും പോളച്ചൻ എന്നാണ് പൊതുവെ ആളുകൾ അറിയുന്നതും ഓമന പേര് എന്നുള്ള നിലയിൽ വിളിക്കുന്നതും. കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എനിക്കിപ്പോൾ 57 വയസ്സിലേക്ക് കടന്നു. അങ്കമാലി, എറണാകുളം ജില്ലയിൽ, നാട്ടിലെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്കമാലിക്ക് ഒരു 10 കിലോമീറ്റർ ഗ്രാമത്തിലേക്ക് മാറിയാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. +2 കഴിയുന്നത് വരെ നാട്ടിൽ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. +2 പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. +2ന്റെ ഇടയിൽ തന്നെ കർണാടകയിൽ ആ കാലഘട്ടത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. പിന്നീട് നാട്ടിൽ മടങ്ങി വന്നു. കൊച്ചിൻ നെവൽ ബേസിൽ ഒരു താൽക്കാലിക ഒരു മെസ് ബോയ് എന്ന് പറയും, അങ്ങനത്തെ ഒരു സാധാരണ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മനുഷ്യർക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കും അത് പറയാൻ വളരെ ഭാരമുണ്ട്, വിഷമമുണ്ട്. കർത്താവിന്റെ സാക്ഷ്യം പറയുമ്പോൾ പിറവി കുരുടൻ പറയുന്നത് പോലെ ഞാൻ അന്ധനായിരുന്നു എന്ന് ഞാനിപ്പോൾ കാണുന്നു. കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തത് എന്തെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും നീ പോയി ജനത്തോട് പറയുക എന്ന് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗദരദേശത്തെ ഭൂതബാധകനായ മനുഷ്യന് സൗഖ്യം കൊടുത്തപ്പോൾ കർത്താവ് അവനോട് പറയുന്നത് പോലെ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്തായിരുന്നു എന്ന് ഞാൻ അല്പമെങ്കിലും പറയുമ്പോഴാണ് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന സാഹചര്യങ്ങളിലേക്ക് ആ തകർച്ചകൾ, ആ കഷ്ടതകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, പലവിധ കാരണങ്ങളുണ്ട്. അതിൽ മുഖ്യമായതും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സാഹചര്യമായിരുന്നു. ചെയ്തുപോയ കുറ്റത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടു. ജയിൽ ജീവിത കാലയളവ് കുറെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ആ ജയിൽ ജീവിത കാലയളവിലാണ് കർത്താവിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് കണ്ടുമുട്ടുവാനിടയായി തീർന്നത്. ജയിലിൽ പോയത് എന്തിനാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ അറിയാൻ ചിലർക്കെങ്കിലും ആകാംക്ഷ കാണും. അതാണ് ഏറ്റവും കൂടുതൽ വിമർശനവും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുവാൻ വളരെ ഭാരവുമായ വിഷയങ്ങൾ. എങ്കിലും
അത് അല്പസ്വല്പമൊക്കെ പങ്കുവയ്ക്കാം. പല കാരണങ്ങളുണ്ട്, പല കേസുകളുണ്ട്. എന്റെ ബാല്യകാല ജീവിത അനുഭവങ്ങൾ അതിനൊക്കെ ഒരു വിത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഓർമ്മകൾ പകയുടെയും വെറുപ്പിന്റെയും മനസ്സ് എന്നിൽ ഉളവാക്കപ്പെടുകയായിരുന്നു. അനാഥത്വം, അതുപോലെ തന്നെ സുരക്ഷിതമില്ലായ്മ, സ്നേഹരാഹിത്യം, ദാരിദ്ര്യം, കുടുംബത്തിൽ മാതാപിതാക്കൾ തമ്മിലുള്ളതായ നിരന്തര സംഘർഷങ്ങൾ, ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയാ, ഒരു നിർവികാര അനുഭവത്തിലൂടെയാണ് ജീവിത ബാല്യകാലം. 7 മക്കളുണ്ട്, ഞാൻ രണ്ടാമത്തെയാണ്. 4 ആണും 3 പെണ്ണും. എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ എനിക്കൊരു 8 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സമയങ്ങൾ എനിക്ക് നന്നായി ഓർക്കുവാൻ കഴിയുന്ന. എന്നാലും 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് നന്നായി ഓർമ്മയുള്ള അനവധി കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും അതിന്റെ കാര്യകാരണ സഹിതം എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് ജയിലിൽ പോകേണ്ട സാഹചര്യം വരുന്നു. ചില ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടതാണ്. അതിന്റെ കാരണം വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീയും എൻ്റെ പിതാവും തമ്മിലുള്ള ഒരു ബന്ധം, അതിലൂടെ ഒരു കുഞ്ഞുണ്ടായി എന്നൊക്കെ കേൾക്കുന്നു. അത് നിമിത്തം കുടുംബത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി. മാത്രമല്ല നാട്ടിൽ അപമാനിതനായി. ഭക്തനാണെങ്കിലും പിന്നീട് പള്ളിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്ത നിലയിൽ ഒരു ഹൈന്ദവ മാർഗത്തിലേക്ക് എൻ്റെ പിതാവ് മനസ്സ് തിരിഞ്ഞു. കന്യാസ്ത്രീയും ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. എന്നാൽ പിന്നീട് അതൊക്കെ പരിഹരിക്കപ്പെട്ടു. ചില കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാരണം പള്ളിയിലെ വൈദികരുമായിട്ട് ചില വഴക്കൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ പിതാവ് ജയിലിൽ പോയി ചില നാളുകൾക്ക് ശേഷം പിന്നീട് എൻ്റെ പിതാവ് ഒരിക്കൽ പോലും വീട്ടിൽ സ്ഥിരമായി നിൽക്കുവാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു. നാട്ടിൽ പരിഹാസനായ ഒരു വിഷയം, കുടുംബത്തിലെ സ്വാരസ്യങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഞാൻ കുഞ്ഞായിരിക്കുന്നതിനെ സംബന്ധിച്ച് അതൊന്നും മനസ്സിലാക്കാനോ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ എനിക്ക് അന്നേ കാലങ്ങളിൽ കഴിയുമായിരുന്നില്ല. അപ്പൊ വീട് വിട്ടു പോകുന്ന പിതാവിന്റെ സ്നേഹമോ വാത്സല്യമോ ഒന്നും അറിയാതെ, അഥവാ വീട്ടിൽ വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ വർഷത്തിലോ 1-2 പ്രാവശ്യം വരും. ചിലപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ എത്തുമ്പോഴായിരിക്കും വരുന്നത്. ഇങ്ങനെ വരുന്ന ഒരു പിതാവിന്റെ സ്നേഹം, അതും വരുന്ന സമയത്ത് മദ്യപാനത്തിന് അടിമയായി കുടുംബത്തിൽ നിരന്തര പ്രയാസങ്ങളിൽ കടന്നു പോകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. എന്നാൽ എനിക്ക് 4 വയസ്സുള്ള സമയത്ത്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വേളയിൽ എൻ്റെ പിതാവ് മാതാവിനെ ഉപദ്രവിച്ചു, ആയുധമെടുത്ത് കൊല്ലുവാൻ ശ്രമിച്ചു. കഴുത്തിന് വെട്ടേറ്റു, പക്ഷെ കൈക്കാണ് മുറിവേറ്റത്. അങ്ങനെ അമ്മ ഹോസ്പിറ്റലിലും അപ്പൻ പോലീസിന്റെ പിടിയിലുമായി 2ാം വട്ടവും. അപ്പൊ ആദ്യവട്ടം തന്നെ ജയിലിലായിരുന്ന പിതാവിന് മാനസികമായ ഒരു തകർച്ച വന്നതുകൊണ്ട് മെന്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നു. പിന്നീട് ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യനായി, സുബോധം നഷ്ടപ്പെട്ടവനായി. എൻ്റെ അപ്പന് 10 മക്കളുള്ളതിൽ ഏറ്റവും ഇളയവനായി എൻ്റെ പിതാവ്. എന്നാൽ ആ കുടുംബത്തിലെ എല്ലാവർക്കും, വിശേഷമല്ല അപ്പന്റെ അപ്പനും അപ്പന്റെ അമ്മയ്ക്കും ഒരു തീരാ ദുഃഖമായിരുന്നു എൻ്റെ പിതാവ്. അതുകൊണ്ട് അപ്പന്റെ അപ്പനും അമ്മയൊക്കെ ഞങ്ങളോട് കൂടെയായിരുന്നു. പിന്നീട് അപ്പന്റെ അപ്പനും തമ്മിൽ യോജിക്കാത്തത് കൊണ്ട് അപ്പന്റെ അപ്പൻ മറ്റൊരു സഹോദരന്റെ വീട്ടിൽ പോയി. പക്ഷെ അപ്പന്റെ അമ്മൂമ്മ ഞങ്ങളോട് കൂടെയായിരുന്നു താമസിച്ചത്. അപ്പൊ ഈ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും ഒക്കെ നടുവിൽ അമ്മയില്ലാതിരുന്നപ്പോൾ, അപ്പനില്ലാതിരുന്നപ്പോൾ അപ്പന്റെ അമ്മ മീൻസ് അമ്മൂമ്മയാണ് ഞങ്ങളുടെ ബാല്യകാല ജീവിതത്തിലെ ഒരു സഹചാരി, അല്ലെങ്കിൽ ഒരു കരുതലൊക്കെ നൽകി തരുവാൻ ദൈവമിടയാക്കിയത്. ആ സമയത്തൊക്കെ കർത്താവിനെ കുറിച്ചുള്ള കഥകൾ ബൈബിൾ അടിസ്ഥാനത്തിലും മറ്റ് പുണ്യവാളന്മാരുടെയും ഒക്കെ സഭാപരമായ നിലയിലുള്ള അറിവുകൾ അനുസരിച്ച് എൻ്റെ അമ്മൂമ്മ ഞങ്ങളെ ബാല്യകാലത്തിൽ പഠിപ്പിച്ചതൊക്കെ ചെറിയ ഓർമ്മകൾ എൻ്റെ മനസ്സിലായി. അമ്മൂമ്മ പഠിപ്പിച്ചതിൽ ഏറ്റവും ഹൃദയത്തിന്റെ ആഴത്തിൽ പതിഞ്ഞ ആ ദുഃഖവെള്ളിയാഴ്ച, പെസഹ ഞായറാഴ്ച, ക്രിസ്മസ്, ഇതിനോടൊപ്പമുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച്, കാത്തലിക്സിൽ ഈ ക്രൂശിന്റെ മാർഗം, ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു പ്രാർത്ഥനാ ദിവസമുണ്ട്. ആ സമയത്തേക്ക് ഇതൊക്കെ പഠിപ്പിച്ചതൊക്കെ മനസ്സിനകത്ത്. പക്ഷെ അതൊന്നും അതിൻ്റെതായ ഒരു പ്രവൃത്തി എന്നിൽ സംഭവിച്ചതായിട്ട് എനിക്കൊന്നും അന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യേകമായ ഒരു ദൈവിക ആകർഷണം, ദൈവിക കാര്യങ്ങളോടുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്കുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പള്ളിയിലെ മറ്റേ ശുശ്രൂഷകർ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള ആഗ്രഹം
എനിക്ക് എൻ്റെ ബാല്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ കുടുംബം സാമുദായിക സഭകളിൽ അങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക്, പ്രത്യേകിച്ച് ദൈവിക കാര്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുവാനോ, മീൻസ് അൾത്താരപാലനായി പള്ളിയിലെ മറ്റു കാര്യങ്ങളിലൊന്നും പങ്കെടുക്കുവാൻ ഞങ്ങളുടെ കുടുംബം യോഗ്യരല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ എൻ്റെ കുടുംബത്തിൽ മറ്റ് പല ചേട്ടന്മാരുടെയും സഹോദരിമാരുടെയും ഒക്കെ കുടുംബത്തിൽ, എല്ലാ കുടുംബങ്ങളിലും അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീമാരുണ്ട്. പക്ഷെ ഞങ്ങളുടെ കുടുംബം ഒരു വല്ലാത്ത അവസ്ഥയിൽ. പിന്നീട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള 7 മക്കളിൽ 2 പേര് അമ്മയുടെ കൂടെയുണ്ട്. അമ്മ അമ്മയുടെ വീട്ടിൽ, അപ്പൻ നാട് വിട്ടുപോയി. എന്നാൽ മറ്റു സഹോദരിമാർ മൂത്തവരെ 2 പേരെ ഒരു ഓർഫനേജിൽ, ഒരു അനുജനെ വേറൊരു ഓർഫനേജിൽ, ഞങ്ങൾ 3 പേരിങ്ങനെ കുടുംബത്തിൽ കഴിഞ്ഞു പോകുന്ന ബാല്യകാലം. ഇതാണ് എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ. പക്ഷേ ഈ ബാല്യകാല അനുഭവത്തിൽ ദാരിദ്ര്യം ഒരു വലിയ വിഷയമായിരുന്നു. ആഹാരം മോഷ്ടിക്കുന്ന അവസ്ഥ പോലും. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ 10 മണിക്ക് ഇന്റർവെല്ലിന് വിടുമ്പോൾ കൂട്ടുകാരുടെ ചുറ്റുപാത്രം തുറന്ന്, എനിക്കറിയാം എൻ്റെ അയൽവക്കത്തുള്ള 1-2 പണക്കാരായ കുട്ടികളുടെ ഭവനത്തിൽ നല്ല മുട്ട പൊരിച്ചതോ അങ്ങനെയുള്ളതായ നല്ല കറികളൊക്കെ കൊണ്ടുവരുന്നത് കഴിക്കും. ചിലപ്പോൾ അവരുടെ ചോറിൽ ഞാൻ എന്തെങ്കിലും നിലകളിൽ, എനിക്ക് ഏതെങ്കിലും നിലകളിൽ മോശമായ ചോറ്, എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന, പലരുടെയും ചോറിൽ ഉറുമ്പ് കയറിയാൽ ആ കുട്ടികൾ എന്നാ ചോറ് കഴിക്കില്ല. അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിലെ ഏറ്റവും ആഴത്തിൽ ഞാൻ ദൈവത്തോട് എന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ചോറിൽ നിന്ന് ഉറുമ്പ് കയറണം. കാരണം എനിക്ക് ആ ചോറ് കിട്ടും, ഉപ്പുമാവ് കിട്ടുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെയുള്ള ദാരിദ്ര്യം ഒരു വലിയ വിഷയമായിരുന്നു. പക്ഷേ ബന്ധുമിത്രാദികളൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നു. അവരെ ആരെയും തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് അപ്പന്റെ ഒക്കെ സാഹചര്യം എങ്ങനെയാണ്, ഒരാൾ നന്മ ചെയ്യാൻ വന്നാലും അതിൽ പ്രതികൂലം കാണുന്ന, അവരെ ഉപദ്രവിക്കുന്നവരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു ഞങ്ങളുടെ. അങ്ങനെയൊക്കെ 10ാം ക്ലാസ് വരെ കഴിഞ്ഞു. +2, +1 കയറി. അതുവരെ എത്തിയ അനുഭവങ്ങളൊക്കെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ മനസ്സിനകത്ത് ഒത്തിരി വേദനകൾ, ഒത്തിരി നൊമ്പരങ്ങൾ, അനാഥത്വം, സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കാൻ കഴിയാത്ത ഓർഫനേജിൽ അവരെ വല്ലപ്പോഴും കാണാൻ പോകുമ്പോഴുള്ള ആ ഹൃദയഭേദകമായ അനുഭവങ്ങൾ, തമ്മിൽ കണ്ടിട്ട് പിരിയുമ്പോഴുള്ള ഞങ്ങളുടെ ആ ഒരു മാനസിക വ്യതകൾ. പക്ഷെ ഇതിനൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ എന്താ കാരണം? മനസ്സിലെപ്പോഴും ഈ ഓർമ്മകൾ ഇങ്ങനെ അലട്ടുമായിരുന്നു. അപ്പോഴൊക്കെ പലരിൽ നിന്നും കേട്ട, വിശേഷ കുടുംബത്തിൽ നിന്ന് കേട്ട കഥകൾ ആണ് ഞാൻ മുൻ പറഞ്ഞ അനുഭവങ്ങൾ. അല്ലാതെ ഞാൻ അതൊന്നും കാണുകയോ കേൾക്കുകയോ, എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായ തെളിവൊന്നും എൻ്റെ കയ്യിലില്ല. കേവലം കേട്ടുകേൾവികൾ മാത്രം. ഈ ഓർമ്മകൾ പകയും പ്രതികാരവുമായി എൻ്റെ മുൻപിൽ, എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വളരുകയായിരുന്നു. ഞാൻ 19 വയസ്സ് വരെ ആ അനുഭവത്തിലൂടെ കടന്നുപോയി. ഇതിനിടയിൽ പതിയെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പുറം ലോകത്തുള്ള ജീവിതം, സിനിമയും, അല്പസ്വല്പം മദ്യപാനിയെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപരി എനിക്ക് പുകവലി ഒരു വലിയ അഡിക്റ്റ് ആയിരുന്നു. ബാക്കി എല്ലാ ദുസ്വഭാവങ്ങളും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൂടി. ഏറ്റവും ആശ്വാസം കണ്ടെത്തുന്നത് സിനിമ കാണുന്നതായിരുന്നു ഏക ഒരു ആശ്വാസം. പിന്നെ മനോരമ, മംഗളം, അല്ലെങ്കിൽ കോട്ടയം പുഷ്പനാഥിന്റെ ഒക്കെയുള്ള ഡിറ്റക്റ്റീവ് നോവലുകൾ, പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. ഈ കാഴ്ചയും ഈ വായനയും ഒക്കെ എന്നിലൊരു പ്രതികാര ചിന്ത നിറഞ്ഞ, പക വീട്ടുന്ന, അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ഹീറോ ആകാൻ ഒരു പക്ഷേ സാധിക്കും എന്ന് സിനിമകൾ കാണിച്ചു തരുന്ന ഒരു വ്യക്തിത്വം എന്നിൽ ഞാൻ അറിഞ്ഞോ അറിയാതെ രൂപപ്പെടുകയായിരുന്നു. ഞാനും എൻ്റെ നടപ്പും രീതികളും ആക്ഷനുകളും സംസാരങ്ങളും ഒക്കെ ആ നിലകളിലായി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു സിനിമ കണ്ടു. സിനിമയുടെ പേരൊന്നും പറയുന്നില്ല. പല സിനിമകൾ കണ്ടതിൽ ഒരു സിനിമ എൻ്റെ കുടുംബത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ സിനിമയിൽ കണ്ടതുപോലെ അഭിനയിക്കണമെന്ന് എൻ്റെ മനസ്സിൽ അന്നേരം ഒരു ആഗ്രഹം തോന്നി. 1988 ഒക്ടോബർ മാസം 1-ാം തീയതി എൻ്റെ ആ മാസത്തെ ശമ്പളം, സെപ്റ്റംബറിലെ ശമ്പളം വാങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ സഹോദരിമാരെ ഞാൻ വല്ലപ്പോഴും കാണാൻ വരുന്നത് പോലെ അന്നും വന്നതാണ്. എന്നാൽ ദീർഘവർഷങ്ങൾക്കിടയിൽ എൻ്റെ പിതാവുമായിട്ട് ഞങ്ങൾ അന്ന് എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ കാണുവാനിടയായി തീർന്നു. അമ്മയും ഉണ്ട് വീട്ടിൽ, ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ ലോകത്തായിരുന്നു. ഞാൻ വീട്ടിൽ വരുന്ന ആ ദിവസം എന്തോ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, എന്നാൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചിന്തകൾ
പതിയെ പൊന്തി വരുവാനിടയായി തീർന്നു. പിതാവ് വളരെ വളരെ സ്നേഹത്തോടെയാണ് അന്ന് എന്നോട് ഇടപെട്ടത്. ദീർഘവർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത്. എന്നെ കണ്ടപ്പോൾ വളരെ വളരെ എന്താ പറയാ, ഒരു പിതൃവാത്സല്യത്തോടെ ഇളയ മകൻ മടങ്ങി വരുമ്പോൾ അപ്പൻ വീട് വിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന പോലെ എൻ്റെ അടുക്കൽ ഓടി വന്നു അപ്പൻ അന്ന് ഞങ്ങൾക്ക് അല്പ സ്ഥലമൊക്കെ ഉണ്ട്, ഞങ്ങൾ അതിനകത്ത് പണിയെടുക്കുന്ന ആ സമയമായിരുന്നു. അപ്പനും അമ്മയും കൂടി പറമ്പിൽ പണിയെടുക്കുന്ന സമയമായിരുന്നു. അപ്പൊ അപ്പനും അമ്മയും വീട്ടിൽ വന്ന അമ്മ പിന്നീട് പറഞ്ഞു കേൾക്കുന്ന 2 മാസത്തോളം ആയിരുന്നു. പക്ഷെ ഈ കഥയൊന്നും അറിയാതെ എനിക്ക് ആ സാഹചര്യത്തെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഞാൻ അല്പം കൂടി താമസിച്ച് അല്പം കൂടി സമയം ആ കുടുംബവുമായിട്ട് ചെലവഴിച്ചിരുന്നുവെങ്കിൽ ദാരുണമായ ഈ സംഭവങ്ങളൊന്നും ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ലായിരുന്നിരിക്കാം. പക്ഷെ എന്റെ പിതാവ് വന്നെങ്കിൽ ഞാൻ പിതാവിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ ഞാൻ വീട് വിട്ടിറങ്ങി. ഞാൻ വന്നിട്ട് എന്റെ ലക്ഷ്യങ്ങളെല്ലാം മനസ്സ് മാറിപ്പോയല്ലോ. എനിക്ക് അസ്വസ്ഥതയാണ്. ഞാൻ പിന്നെ പോയതെല്ലാം തിന്മയുടെ വഴികളിലായിരുന്നു അന്ന് തന്നെ. അന്ന് രാത്രി എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണം, വരാതിരിക്കാൻ മാർഗമില്ല. പക്ഷെ മാക്സിമം രാത്രി എവിടെയെങ്കിലുമൊക്കെ ചെലവഴിക്കണം. അങ്ങനെ ഞാൻ സിനിമ കാണാൻ വേണ്ടി പോയി. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതും എൻ്റെ കുടുംബത്തിന്റെ കഥയിലെ ഒരു മുഖ്യ പങ്ക് അതിനകത്തുണ്ടായിരുന്നു. ആ സിനിമയിൽ ഇന്റർവെൽ സമയമായപ്പോഴേക്കും ആ സിനിമയിലെ ഒരു കഥാനായകനെ ആ വ്യക്തിയുടെ മകൻ തലയ്ക്കടിച്ചു കൊല്ലുന്ന ഒരു രംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്ത് ഒരു ഇരുട്ട് വന്ന് തന്നെ ആവസിക്കുന്ന, അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേക എന്റെ ചിന്തകളെ, എന്റെ മനസ്സിനെ എല്ലാം ഒരു മായാലോകത്തേക്ക്, എനിക്ക് വ്യക്തിപരമായി അതിന് വിവരിക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് എന്നോട് ആരോ പറയുന്നത് പോലെ എൻ്റെ ഉള്ളിൽ തോന്നുകയാണ്, നീ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക. അങ്ങനെ ഞാൻ ആ സിനിമ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ വീട്ടിൽ വന്നു. ഒരു 9 മണി ആയിട്ടുണ്ടാവും സമയം. ആ സിനിമ പൂർത്തിയാക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അപ്പൊ തന്നെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ പിതാവ് അന്നത്തെ പണിയുടെ ക്ഷീണം ഒക്കെ കാരണം അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയമായിരുന്നു. കാരണം ഞാൻ എവിടെ പോയെന്നോ എപ്പോ വരുമെന്നൊന്നും അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഇളയ സഹോദരിയും അപ്പനും അമ്മയും മാത്രമേ അന്ന് വീട്ടിലുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ഓരോരോ മേഖലയിലായിരുന്നു. ഞാൻ വന്നത് കണ്ട് എൻ്റെ പിതാവ് എഴുന്നേറ്റു. മോനെ എവിടെ പോയായിരുന്നു? ഞാൻ അപ്പനോടൊന്നും മിണ്ടിയില്ല. ഞാനപ്പോ തന്നെ പിന്നെയും പുറത്തേക്ക് പോയി. അപ്പൊ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറമ്പിലേക്ക് പോയതാണ്. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ഇരുട്ടിന്റെ മറയിൽ എൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി പിതാവ് എഴുന്നേറ്റു. എനിക്ക് വീട്ടിൽ കയറാൻ തോന്നുന്നില്ല. ഞാൻ അങ്ങനെ അവിടെ പറമ്പിലിരുന്ന് ഇങ്ങനെ ഇരുട്ടിലിരുന്ന് ഇങ്ങനെ ഓരോ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ എന്നെ അലട്ടുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുൻപിൽ ഒരു മരക്കഷ്ണം കിടക്കുന്നത് കാണുന്നു. ആ സിനിമയിൽ ആ തലക്കടിച്ചു കൊല്ലുന്ന രംഗം എൻ്റെ മനസ്സിനകത്തേക്ക് വരികയാണ്. ഞാൻ ആ മരക്കഷ്ണം എടുത്തുകൊണ്ട് വന്ന് അപ്പോഴേക്കും എൻ്റെ പിതാവ് പിന്നെയും മയക്കത്തിലേക്ക് പോയിരുന്നു. ആ ഉറക്കത്തിൽ ഞാൻ എൻ്റെ പിതാവിനോട് ക്രൂരമായി പെരുമാറി. അന്ന് രാത്രിയിൽ ആ ശബ്ദം കേട്ട്, ഞാൻ പിതാവിനെ അടിക്കുന്ന ശബ്ദം കേട്ട് അമ്മയും ജ്യേഷ്ഠനും വീട്ടിൽ ഇറങ്ങി വന്നു. നിലവിളിയോടെ അവര് വന്നപ്പോൾ ഞാൻ വടിയുമായിട്ട് നിൽക്കുന്ന ഉടനെ അവരെയും അടിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. അവര് എൻ്റെ ഇളയ പെങ്ങളും അവര് 3 പേരും കൂടി ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അവരങ്ങനെ തൊട്ടടുത്ത സ്റ്റേഷനിൽ പോയി വിവരങ്ങളെല്ലാം പറഞ്ഞു. പോലീസ് അന്ന് ഒക്ടോബർ 1-ാം തീയതി രാത്രിയായിരുന്നു. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ഒക്കെ ആയതുകൊണ്ട് അന്ന് പോലീസ് വന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര തിരക്കും പരേഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പിറ്റേ ദിവസം വരുമ്പോഴേക്കും ഞാൻ ആ രാത്രി തന്നെ എൻ്റെ പിതാവിനെ ഞാൻ എടുത്ത് എൻ്റെ റൂമിൽ കിടത്തി. അതിനുശേഷം അന്ന് രാത്രി ഞാൻ ആ പിതാവിനോട് കൂടെ കിടന്ന് ഉറങ്ങി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ എനിക്ക് അതിന് മുൻപും അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. എൻ്റെ മനസ്സിനകത്തുള്ള ആ ഒരു ചിന്താഗതികളൊക്കെ മാറി. ഞാൻ ഏതോ ഒരു വ്യക്തിത്വത്തിന് ഉടമയായി ഞാൻ മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ദുഃഖം എൻ്റെ മനസ്സിനകത്ത് വരുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിനെ എടുത്തുകൊണ്ടുപോയി ആ മുറിയിൽ ഞാൻ അന്ന് ആ രാത്രി ആ പിതാവിൻ്റെ കൂടെ കിടന്നു. വെളുപ്പം കാലമായപ്പോഴേക്കും ആ ശരീരം നിർജീവമായി ഐസായി പോയ ഒരവസ്ഥയായിരുന്നു. എനിക്ക് പിന്നീടുള്ള ദിവസങ്ങൾ, പിന്നീടുള്ള നാളുകളൊന്നും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനോ എനിക്ക് സുബോധമില്ലാത്ത ഒരു അനുഭവത്തിലൂടെ പിന്നെ ഞാനൊരു മനോവിഭ്രാന്തി ഉള്ളവനായി പോലെയൊക്കെ പെരുമാറുന്നത്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ എൻ്റെ വീട്ടിലുള്ളവർ തിരിച്ചു വന്ന്, നാട്ടുകാർ വന്ന്, പോലീസ് വരുന്നതിന് മുൻപ് എന്നെ അവരെല്ലാവരും കൂടി എന്നെ പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കാൻ ശ്രമിച്ച സമയത്ത് ഞാൻ അവിടെ നിന്ന് അതേ ആയുധവുമായിട്ട് ഒരു വെളുപ്പിന് 4 മണി ആയിട്ടുണ്ടാവും, 3 മണി 4 മണി ആയി കാണും. ഞാൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് 1 കിലോമീറ്റർ അടുത്തുള്ള ദൂരമുണ്ട്.
ഞാൻ ആ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ സമയത്ത് ആ സ്ത്രീയും വീട് തുറന്ന് ഇറങ്ങി വരുമ്പോൾ അന്ന് ആ സ്ത്രീയെയും അതുപോലെ തന്നെ തലക്കടിച്ച് അന്നും ആ സ്ത്രീയും മരിച്ചു. ഞാൻ മടങ്ങി വരുന്ന വേളയിൽ എന്റെ മനസ്സിൽ പിന്നെയും പല ആളുകൾ, കാരണം എന്റെ മനസ്സിൽ സിനിമയിലെ നായകൻ ഒരു കുടുംബത്തിലെ 7 പേരെ, ഒരു കുടുംബത്തിലല്ല തന്റെ കുടുംബത്തിനെ തകർക്കുവാൻ ഇടയായി തീർന്ന 7 പേരെ ഒന്നൊന്നായി കൊല്ലുന്നതാണ് ആ സിനിമയിലെ ഇതിവൃത്തം. ആ സിനിമയെ പോലെ എന്റെ കുടുംബം ഇങ്ങനെ ഞങ്ങൾ കഷ്ടതയിലാകുവാൻ കാരണമെന്ന് എനിക്ക് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അറിവുള്ള എല്ലാവരെയും ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് എന്നെ പോലീസ് പിടിച്ചു. കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം, പലർക്കും അറിയാം. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ദിവസം ഞാൻ പ്രതികാരം ചെയ്യും എന്നൊരു അറിവ് അവർക്കും ഉണ്ട്. എന്തായാലും ഞാന് പോലീസിന്റെ പിടിയിലായി. പിന്നീട് 7 ദിവസക്കാലം ഒത്തിരി മർദ്ദനങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ ഒക്കെ ഞാൻ കടന്നുപോയി. കാരണം പോലീസിനൊന്നും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം 19 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സ് പൂർണ്ണമായിട്ടില്ല. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തു? എന്റെ അമ്മയും ജ്യേഷ്ഠനും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തത് എന്റെ അനുജൻ ഇങ്ങനെ പുറത്തു വെച്ച് ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, ഹാള്, അവിടെ വെച്ചാണ് അപ്പൻ കിടന്നിരുന്നത്. അവിടുത്തെ സെറ്റിയിലാണ് അവിടെ വെച്ചാണ് പിതാവിനെ ഞാൻ ഉപദ്രവിച്ചതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പോലീസ് എൻക്വയറിക്ക് വരുമ്പോൾ പിതാവിന്റെ ഡെഡ് ബോഡി അകത്തായിരുന്നു. അപ്പൊ എങ്ങനെ ഈ ഡെഡ് ബോഡി അകത്ത് വന്നു? എനിക്കും ഇന്ന് എന്റെ ബുദ്ധി കൊണ്ട് ഞാനത് ചെയ്തതെങ്കിലും എനിക്ക് തന്നെ അത് ഇന്ന് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ അന്ന് അത് കഴിഞ്ഞു. പോലീസ് എന്നെ ഏറെ ഉപദ്രവിച്ചു. അതിന്റെ സത്യം പറയാൻ ആരൊക്കെ ഇതിനകത്ത് പങ്കാളികളുണ്ട്. പക്ഷേ എനിക്ക് പരമാർത്ഥ ഹൃദയത്തോടെ എന്റെ സത്യം അറിയുന്ന ദൈവത്തോട് എനിക്ക് പറയാൻ കഴിയും, അന്ന് ഞാൻ എങ്ങനെയാണ് ആ പിതാവിനെ എടുത്തുകൊണ്ടുപോയത്. ഒരു മനുഷ്യന് പൈശാചികമായ ശക്തി വരുമ്പോൾ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ ആര് നിയന്ത്രിച്ചാലും എന്തുകൊണ്ട് ബന്ധിച്ചാലും ഒതുങ്ങുവാൻ കഴിയാത്ത നിലയിൽ ഒരു പൈശാചിക വ്യാപാരം ഉള്ളതുപോലെ അന്ന് അത് സംഭവിച്ചു. അന്ന് അത് അങ്ങനെ ചെയ്തു. ഞാൻ അതൊന്നും അധികം ഇനി വിശദീകരിക്കുന്നില്ല, കാരണം എനിക്ക് അതിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഞാൻ ഏറെ മർദ്ദനം ഏറ്റു. പക്ഷെ എനിക്ക് സത്യമല്ലാതെ വേറൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഒരു വേള അവരവസാനം 7ാമത്തെ ദിവസം എന്നെ കോടതിയിൽ ഹാജരാക്കി. ഞാൻ ആൽവസം ജയിലിൽ ചെല്ലുന്നു. ഇതിനോടൊക്കെ എന്റെ പ്രതികാര ചിന്ത എത്രയോ മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു. കാരണം ഞാൻ കണ്ട സിനിമയും ഞാൻ കണ്ട വായിച്ച കാര്യങ്ങളും ഒക്കെ ആ നിലയിലുള്ള ഒരു അറിവാണ് എനിക്ക് നൽകിയത്. കാരണം അവരതൊക്കെ ചെയ്യുമ്പോൾ അവർ ഹീറോ ആകുന്നു, അവർ ചെയ്യുന്നത് ശരിയാണ്, സമൂഹം അവരെ അംഗീകരിക്കുന്നു, അവര് വളരെ പോപ്പുലറായി മാറുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ തെറ്റല്ലല്ലോ ചെയ്തത്. എന്റെ കുടുംബത്തെ തകർത്തവര്, എന്റെ പിതാവിനെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയവര്, എന്റെ പിതാവിനെ ഉപദ്രവിച്ചവര്, എന്റെ പിതാവിന്റെ വസ്തുവകകൾ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയിൽ ചൂഷണം ചെയ്തെടുത്തവര്, എന്റെ അമ്മ മുറിവേൽക്കാൻ കാരണം, എന്റെ അമ്മ ഞങ്ങൾ ഇട്ടിട്ട് പോകാൻ, ഞങ്ങൾ അനാഥരാകുവാൻ, ഇങ്ങനെയൊക്കെ ഓർത്തപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ എന്നുള്ളൊരു ചിന്തയായിരുന്നു. കാരണം ഞാൻ കണ്ട എല്ലാമല്ല പലതും അങ്ങനെ ചെയ്യുന്നതൊക്കെയാണ് ശരി. അപ്പോ യാഥാർത്ഥ്യം ഇവിടെ കിടക്കുന്നു, ജീവിതം ഇവിടെ കിടക്കുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ ആൽവസം ജയിലിൽ സിനിമ വേറെ ജീവിതം വേറെ എന്നു ഞാൻ മനസ്സിലായി. ഒരു സിനിമയിലും നായകനെ പോലീസ് ഒന്നും തല്ലുന്നില്ല, അല്ലെങ്കിൽ ഈ തെറ്റുകളൊക്കെ ചെയ്യുന്നവരെന്ന ഹീറോകളാകാറ് സിനിമകളിൽ. പക്ഷെ നേരെ തിരിച്ചാണ്. ഞാൻ പറയട്ടെ, ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഈ സത്യം ദൈവികമായ കാര്യങ്ങളെ കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നമ്മൾ കാണുന്നതും നാം കേൾക്കുന്നതും ഒന്നും 10% പോലും സത്യമില്ല. അതെല്ലാം അവതരണങ്ങളാണ്, അതെല്ലാം കഥകളാണ്. യാഥാർത്ഥ്യം എത്രയോ ദൂരമാണ്. ഇവൻ എന്നെ അറസ്റ്റ് ചെയ്ത കഥകളും പോലീസ് പത്രത്തിൽ കൊടുത്ത കഥകളും മാസികകളിൽ വന്ന കഥകളും ഒക്കെ വളരെ വളരെ വിചിത്രമാണ്. 1% പോലും അതിനകത്ത് സത്യമില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് ലോകത്തിൽ ഒന്നിനെയും വിശ്വാസമില്ല. കാരണം ഞാൻ അനുഭവിച്ച സത്യങ്ങൾ ഇത്രയും വികൃതമായിട്ടാണ് ഈ ലോകത്തിൽ അവതരിപ്പിച്ചതെങ്കിൽ ഇന്ന് ഞാൻ കാണുന്നത്, അന്ന് മുതൽ എനിക്ക് ഒന്നിനെയും വിശ്വാസമില്ല, ആരെയും വിശ്വാസമില്ല. എല്ലാം ചതിയുടെ കാര്യങ്ങൾ. പിന്നീട് എന്റെ കേസുകൾ
ഗതികേടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ജയിലിൽ വെച്ച് കൂട്ടുകൂടിയ കൂട്ടുകാരും ബന്ധുക്കൾ എന്ന് എനിക്ക് ഒക്കെ അറിയാം. പിന്നെ എനിക്കുള്ള ബന്ധുക്കൾ എന്റെ തെമ്മാടിത്തരത്തോട് കൂടെയുള്ള ആളുകളാണ്. കാരണം എന്റെ സ്വന്തം ബന്ധങ്ങൾ എന്ന് പറയുന്ന 8 ബന്ധങ്ങൾക്ക് ആർക്കും എന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. എങ്കിലും എന്റെ അമ്മ അത് മനസ്സിലാക്കിയിരുന്നു. അമ്മയ്ക്ക് അറിയാം ഞാനത് അങ്ങനെയല്ല, കുഞ്ഞിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്, എന്താണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് അമ്മ എപ്പോഴും വേദനിക്കുന്ന ഒരു ഇതായിരുന്നു. എന്റെ സഹോദരിമാരും ഏറെക്കുറെ, എന്റെ സഹോദരങ്ങൾക്കും അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് അപ്പനാണ്. അതിൻ്റെ അകത്ത് മറുവശത്ത് നിൽക്കുന്ന അവരുടെ തന്നെ സഹോദരനാണ്. അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് കാര്യം മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞാലും അവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. അമ്മ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, മോനെ നീ കാരണം എനിക്ക് ഭർത്താവും ഇല്ലാതെയായി, മകനും ഇല്ലാതെയായി. അമ്മയുടെ ഉള്ളിൽ അമ്മയ്ക്ക് അപ്പനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. എന്റെ സഹോദരിമാരെ അവരെപ്പോഴും അവരുടെ സങ്കടം പറഞ്ഞ് ഞാൻ കേട്ടിട്ടു. ചേട്ടൻ കാരണം ഞങ്ങൾക്ക് അപ്പനില്ലാതെ. അതൊരു വലിയ വേദനയില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്ത് നഷ്ടമാണ്. ഏതെല്ലാം നിലയിലാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അവരെന്തുമാത്രം അപമാനം സഹിച്ചു. അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ, അവർക്ക് കോളേജിൽ പോകാൻ പറ്റാതെ, അവരുടെ ഭാവി അനുചിതമായ അനുഭവം, അതിനുപരി അപ്പൻ എന്നുള്ള ഒരു വികാരം അവർ പിന്നെ തികച്ചും അനാഥരായി മാറി. അങ്ങനെ പിന്നെ എനിക്കങ്ങോട്ട് എന്ന് പറഞ്ഞ പോലെ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും എല്ലാവരെയും നശിപ്പിച്ചിട്ട് എനിക്ക് സ്വയം നശിക്കണം, ഈ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ. എല്ലാറ്റിനോടും പകയും. പിന്നെ ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെയും പല കേസുകളുണ്ടായി. 2-3 പേരും പിന്നെയും മരിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി. ദൈവകൃപയാൽ അവർ മരിച്ചില്ല. അങ്ങനെ മൊത്തം ഒരു 4 കേസ് ആയപ്പോഴേക്കും ഓരോ കേസിലും പോലീസ് പിടിക്കും. 5-6 ദിവസം സ്റ്റേഷനിൽ കിടക്കും, മർദ്ദനം കേൾക്കും, പിന്നെ എന്റെ ജാമ്യത്തിലിറക്കും. ഒടുവിൽ ഇവരെന്നെ മടുത്തു, ഇവരെന്നെ പൂർണ്ണമായും കൈവിട്ടു. അവർ കൈവിട്ടതാണ് നല്ലത്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ എന്തായി മാറുമെന്ന് എനിക്കറിയില്ല. ഒടുവിൽ 89 ഞാൻ അകത്ത് കയറി. 99 11ാമത്തെ വർഷം ജയിലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി വരുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. പക്ഷേ ഈ 11 വർഷക്കാലത്തെ ജയിൽ ജീവിതത്തിന്റെ ഇടയിൽ അതിന്റെ ആദ്യത്തെ 5 വർഷം വളരെ ദയനീയമായിരുന്നു. കൂടെയുള്ള മർദ്ദനങ്ങൾ, ജയിലിൽ ചെന്നിട്ടുള്ള പ്രയാസങ്ങൾ, തടവുകാരുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള പ്രയാസങ്ങൾ, ശരീരത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പരിധി വരെ, കിഡ്നി, ലങ്സ്, ചെവി, അതുപോലെ തന്നെ എന്താ പറയാൻ പറ്റില്ല, വിശദീകരിക്കാൻ കഴിയില്ല. അതുപോലെയുള്ള മർദ്ദനങ്ങളിലൂടെ കടന്നുപോയി. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ അമിത കോപിഷ്ഠനാണ്. എനിക്ക് പെട്ടെന്ന് ഞാൻ പൊട്ടിത്തെറിക്കും. ഉദ്യോഗസ്ഥരാണെന്നോ തടവുകാരാണെന്നോ ജയിലാണെന്നോ ഒന്നും ഓർക്കില്ല. അപ്പൊ അടിയും വാക്കമായിരിക്കും. പിന്നീട് കിട്ടുന്നത് ഓരോ ദിവസവും മർദ്ദനമായിരിക്കും. അതിലുപരി ഏകാന്തതകളിൽ, ജയിലേകാന്തതയാണല്ലോ, ഏകാന്തതകളിൽ കുറ്റബോധം വല്ലാതെ തന്നെയാണ്. സഹോദരിമാരെ കുറിച്ചുള്ള ഓർമ്മ, അവരുടെ നിലവിളി, അമ്മയുടെ കരച്ചില്, പിതാവിന്റെ മോനെ എന്നുള്ള വിളി, പിതാവിന്റെ ആർദ്രമായ നോട്ടം, ഇതെല്ലാം മനസ്സിലിങ്ങനെ ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ കടന്നുപോയി. ഒടുവിൽ കേസ് ശിക്ഷയുടെ അനുഭവത്തിലെത്തി. 90 മാർച്ച് മാസം 14-ാം തീയതി 4 കേസിൽ 2 കേസ് ശിക്ഷിച്ചു. പിറ്റേ വർഷം ആയപ്പോഴേക്കും 4 കേസ് ശിക്ഷിച്ചു. 1-ാമത്തെ കേസ് എന്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ ജീവപര്യന്തം, അമ്മയോടുള്ള ബന്ധത്തിൽ വധശിക്ഷയാണ് തെളിവെങ്കിലും എനിക്ക് ജീവപര്യന്തമായി കുറച്ചു തന്നു. എന്നോട് കോടതി ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് വധശിക്ഷ ലഭിക്കുവാനുള്ള തെളിവുണ്ട്, ആ ശിക്ഷ ലഭിക്കാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായമായ കാരണങ്ങൾ ബോധിപ്പിക്കാം.
എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ജീവിതം തന്നെ എന്തു വേണമെങ്കിലായിക്കോട്ടെ, പക്ഷെ ദൈവത്തിന്റെ കരുണ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ കേസിന് തൊട്ട് മുൻപ് ജയിലിൽ വെച്ച് ഞാൻ സുവിശേഷം കേട്ടെങ്കിലും ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു തടവുകാരൻ അല്പം ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോടതി വിധിക്കുന്നതിന് മുൻപ് ഇതുപോലെ ചോദിക്കുമ്പോൾ കോടതി എന്നോട് കരുണ കാണിക്കണം എന്നേ പറയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് വക്കീലൊന്നുമില്ല, ഗവൺമെന്റ് വെച്ച് നിന്ന് വക്കീൽ വെച്ച് കേസ് വാദിച്ചു. വക്കീൽ എന്നോട് പറഞ്ഞു, മാക്സിമം ശിക്ഷ കിട്ടാനുള്ള തെളിവുകളുണ്ട്, എങ്കിലും കോടതിയുടെ മുൻപിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി, എനിക്ക് പ്രായം കുറവാണ്, എനിക്ക് അറിയാതെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളാണ്, എനിക്ക് കോടതിയുടെ കരുണ കാണിക്കണം എന്ന് പറഞ്ഞാൽ മതി എന്ന് വക്കീലും പറഞ്ഞു തന്നു. ഒരു ലേഡി ജഡ്ജിയായിരുന്നു PN ശാന്താകുമാരി എന്ന് പറയുന്ന. രാവിലെ ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് കേസ് എന്റെ ആയിരുന്നു. വിളിച്ചു, ശിക്ഷയെ കുറിച്ച് ഇന്നിന്ന ശിക്ഷകളാണ്, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നോട് കരുണ ചെയ്യണം, എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും എനിക്ക് വഹിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ തരണമെന്ന് ഞാൻ പറഞ്ഞു. ഞാനത് പറയുകയും ഞാൻ കരയുകയാണ്. കോടതി എന്നോട് പറഞ്ഞു, വിധി പിന്നീട് പറയാന്ന് പറഞ്ഞു എന്നെ മാറ്റുന്നത്. പിന്നെ മറ്റു കേസുകളൊക്കെ കഴിഞ്ഞു. പിന്നീടാണ് എന്റെ കോടതി എന്റെ വിധി ഉച്ച കഴിഞ്ഞിട്ട് വന്നപ്പോൾ എനിക്ക് 2 ജീവപര്യന്തമാക്കി കുറച്ചു. ബാക്കി കേസുകൾ വിചാരണ നടന്നുകൊണ്ടേയിരിക്കുന്നത് എറണാകുളത്താണ്, ഇതാരും പറവൂരാണ്. അങ്ങനെ അന്ന് എന്റെ വിധി കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ 16-ാം തീയതി എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. അന്ന് വാഗേരി ബാലകൃഷ്ണൻ വയനാട്ടിലെ ഒരു 5 പേരെ കൊലപ്പെടുത്തിയ കേസിലെ ഒരു പ്രതിയുടെ വധശിക്ഷ നടക്കുന്ന ദിവസമായിരുന്നു. അന്ന് രാവിലെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. 1991 പിറ്റേ വർഷം റിപ്പർ ചന്ദ്രനെയും തൂക്കിക്കൊന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ 8ഓളം, ഏറെക്കുറെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ഓളം പേര് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരിൽ ഒരുവനായി ഞാൻ തീരേണ്ടതായിരുന്നു. പക്ഷേ ദൈവം എന്നോട് ദീർഘക്ഷമ കാണിച്ചു, കരുണ ചെയ്തു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അവൻ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കാലുകളെ വീഴ്ചയിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിച്ചു. കാരണം ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടവനാണ് എന്ന് ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ എന്നെ കണ്ടിരുന്നു. ഞാൻ അവനെ അറിയുന്നില്ലെങ്കിലും റോമാലേഖനം 10:20 ഇങ്ങനെ വായിക്കുന്നു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. കൂട്ടം തെറ്റിയ ആടിനെ പോലെ ഞാനിങ്ങനെ എനിക്ക് ശരിയെന്ന് തോന്നിയ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോഴും കാണാതെ പോയതിനെ കണ്ടെത്തി രക്ഷിപ്പാൻ വന്ന കർത്താവ് ഈ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും വേളകളിലൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഇന്ന് എനിക്ക് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 31 വർഷക്കാലത്തെ ക്രിസ്തീയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പല ആപത്തുകൾ, പല അപകടങ്ങൾ, പല ഏറ്റുമുട്ടലുകൾ, പ്രതിയോഗികൾ എന്ന് കരുതുന്ന ശത്രുക്കൾ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവരുടെ കത്തിക്കിരയാകാതെ, കോടതിയുടെ ന്യായവിധിക്ക് ശിക്ഷയ്ക്ക് ഇടയാകാതെ, പോലീസിന്റെ മർദ്ദനത്തിൽ 2 വട്ടം മരണകരമായ അനുഭവത്തിലൂടെ കടന്നുപോയതാണ്. പക്ഷെ അവിടെയൊക്കെ ദൈവം എന്നെ കാത്തു. എനിക്ക് ഇതിന്റെ ഇടയിൽ ഒരു വാക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനും എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ കാണുമ്പോൾ ഞാൻ എന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ലോകത്തിലെ ഒരു മനുഷ്യനെയും വിധിക്കില്ല, കുറ്റപ്പെടുത്തില്ല. കാരണം യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഞാൻ ഒരു സ്ത്രീ പറയുന്നവർ ഞാൻ ആ പാപികളിൽ ഒന്നാമനാണെന്ന് അതിശയോക്തിപരമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്നെ നോക്കുമ്പോൾ അറിയാം, എന്റെ ലോകം കാണുന്ന എന്റെ ഈ 4 കാര്യങ്ങളും. പക്ഷെ ലോകം കാണാത്ത എത്രയോ എത്രയോ നിഗൂഢമായ ഹൃദയ രഹസ്യങ്ങൾ ദൈവം കണ്ടുകൊണ്ടിരുന്നു, ദൈവം അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്നെ അവൻ സ്നേഹിച്ചു. ലൂക്കോസ് 13 യോഹന്നാൻ 13 ഇങ്ങനെ വായിക്കുന്ന പോലെ, ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നദ്ധയിലേക്ക് പോകേണ്ട നാഴിക വന്നു എന്ന് യേശു പറഞ്ഞു. അവൻ തനിക്കുള്ളവരെ ഒക്കെയും അവസാനത്തോളം
താൻ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവർ സ്നേഹിച്ചു. ദൈവം സ്നേഹം തന്നെയാണ്. ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിയുന്നത് 5 വർഷം കഴിഞ്ഞതിന് ശേഷം. അല്പസ്വല്പം അറിയാൻ ഇന്നും അറിഞ്ഞു എന്നല്ല, ഇപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആ ജയിലിൽ ചെന്നു കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ തന്നെ ആ അനുഭവങ്ങൾക്ക് വലിയ മാറ്റമാണ്. ഒന്നാമത് എനിക്ക് സംഭവിച്ചത്, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് എനിക്ക് തന്നെ വ്യക്തമായി ബോധ്യമില്ലാത്ത ഒരു മാനസിക ഡിപ്രഷനിലേക്ക് ഞാൻ പോയി. എനിക്കിന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരാരെന്ന് ചോദിച്ചാൽ മനം തകർന്നവരാണ്. ഡിപ്രഷൻ അല്ലെങ്കിൽ മനോരോഗികളാണ്, മനസ്സ് തകർന്നവരാണ്, പിശാചിന്റെ പിടിയിൽപ്പെട്ടവരാണ്, പാപത്തിന്റെയും അകത്യങ്ങളുടെയും ഊരാക്കുടുക്കുകളിൽപ്പെട്ടവരാണ്, കുഴിയിലും കുഴലിച്ചേറ്റിലും അകപ്പെട്ട് കിടക്കുന്നവരാണ്. അവരനുഭവിക്കുന്ന, അവർ നിമിത്തം മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദന വിവരിക്കാൻ കഴിയില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇവരും അതിൽ പരം മനോവേദന അവരനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന്, അത് പലവിധമായ അടിമകളായിരിക്കാം. പകയുടെയോ വെറുപ്പിന്റെയോ മദ്യപാനത്തിന്റെയോ അല്ലെങ്കിൽ എന്താ പറയാ സെക്സിന്റെയോ അതല്ലെങ്കിൽ പ്രതികാര ചിന്തകളുടെയോ പുകവലിയുടെയോ ഒന്നുമല്ലെങ്കിൽ നിരാശയുടെ ഏതൊക്കെയോ മനോവ്യതകളിലൂടെ കടന്നു പോകുന്നവരെ കാണുമ്പോൾ എനിക്ക് എന്നെ അവരിൽ കാണുവാൻ കഴിയും. പിന്നെ ഞാനൊരു എന്താ പറയാ ഒരു മന്ദയെ പോലെ ഉടുപ്പുണ്ടെങ്കിലും മുടിയൊക്കെ നീട്ടി വളർത്തി ഭിക്ഷുകയും പറയുന്ന ഒരു മാനസിക രോഗിയെ പോലെ ഞാനായി തീർന്നു എന്ന് പിന്നെയൊക്കെ ആളുകൾ പറഞ്ഞു കേട്ട അനുഭവങ്ങളെ എനിക്കുണ്ട്. പക്ഷെ മഹാമ്ലേച്ഛമായ മഹാവൃത്തികെട്ട ഒരു ജീവിതത്തിൽ ഞാൻ ആയി തീർന്നു ചെയ്ത് 5 വർഷം എങ്ങനെയൊക്കെയോ കഴിഞ്ഞുപോയി. ആസ്മ രോഗം, മൈഗ്രേൻ തലവേദന, ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രിയൊക്കെ കിടന്ന് അലറി കൂവിയൊക്കെ കരയും, എന്നിട്ട് തന്നെത്താനങ്ങ് കുത്തി, ചിലപ്പോ കടിച്ചു കീറി, ചിലപ്പോ സ്വയം ചോര കുടിക്കുന്ന അവസ്ഥ, ചിലപ്പോ ആരെങ്കിലും കടിച്ചു കീറണം എന്നുള്ളൊരു അവസ്ഥ. ഒരു വല്ലാത്ത ബാധയായിരുന്നു. ഈ ദുരാത്മാവ് മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്നവർക്ക് അത് അറിയാവൂ. അതിൽ നിന്ന് പുറത്തു വന്നവർക്ക്, അത് അനുഭവിക്കുന്നവർക്ക് അറിയില്ല. അവർ ഉപദ്രവിക്കപ്പെടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മകൾ, സ്നേഹത്തിന്റെ നല്ല ഓർമ്മകൾ വരും. ഞാൻ വിചാരിക്കുന്ന അങ്ങനെയൊക്കെ ഒരു സുബോധം വന്ന ഓർമ്മയുടെ സമയത്താണ് പന്നിക്കുഴിയിൽ എന്ന് നമ്മൾ പറയുന്ന ആ മനുഷ്യൻ, ആ ഇളയ മകൻ അപ്പനെയും അപ്പന്റെ ഭവനത്തെയും ഓർത്തത്. ഞാനും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. അങ്ങനെ ഓർക്കുന്ന സമയത്ത് ഞാൻ വല്ലാതെ ഇരുന്ന് കരയും. പ്രത്യേകിച്ച് എന്റെ അമ്മയുടെ കരച്ചില്, അപ്പന്റെ മോനെയുള്ള വിളി, അന്ന് എന്റെ മുമ്പിൽ കിടന്ന് കിടയുന്ന പിതാവ് കരുണയ്ക്ക് വേണ്ടി എന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദയയില്ലാതെ ഒരു ക്രൂരനെ പോലെ. പക്ഷെ ഞാൻ മനസ്സിലാക്കി യേശുവിന്റെ ക്രൂശ് മരണമൊക്കെ എനിക്ക് ആ സമയം ഒരു അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എന്നെ ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചു. അതിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാഗ്യവശാൽ എന്നെ കാണുവാൻ 5 വർഷത്തിന്റെ 5ാമത്തെ വർഷത്തിലേക്ക് എത്തി. 5ാമത്തെ വർഷം എന്റെ അനുജൻ എന്നെ കാണാൻ വരുന്നു. വല്ലപ്പോഴും എന്റെ അമ്മയും സഹോദരിമാരൊക്കെ എനിക്ക് കത്തെഴുതും. ഇങ്ങനെയുള്ള ഒരു കുടുംബ ബന്ധമൊക്കെ ആയിട്ട് 5 വർഷം ഇങ്ങനെ കഴിഞ്ഞു പോയി. ആ കാലഘട്ടത്തിൽ ഇവര് വന്നു. യേശുവിന്റെ അത്ഭുത പ്രവർത്തികൾ എന്റെ കുടുംബത്തിൽ ദൈവം സന്ദർശിക്കാൻ ആരംഭിച്ചിരുന്നു. എന്റെ അനുജനെയാണ് ആദ്യമായിട്ട് ദൈവം ആ നിലയിൽ ആകർഷിക്കുന്നത്. വിശ്വാസ സ്നാനത്തിലേക്കും ഇങ്ങനെയുള്ള വേർപെട്ട അനുഭവത്തിലേക്കൊന്നും വന്നില്ലെങ്കിലും കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുവാൻ ഇടയായിത്തീർന്നു. എന്റെ വീട്ടിൽ ബൈബിൾ വായനയും പ്രാർത്ഥനയും, അങ്ങനെ എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരു നവീകരണ അനുഭവത്തിലേക്ക് എത്തിയ ഒരു കാലഘട്ടമായിരുന്നു 89. ഈ തകർച്ച കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 93 ആയപ്പോഴാണ് എന്നെ അവർ കാണാൻ വരുന്നത്. 88 ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ ജയിലിനകത്ത് ഒരു കരിസ്മാറ്റിക് ധ്യാനം നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ഒരു ദിവസം കടന്നു പോകുക. ഞാൻ അന്നേരം ഒരു സ്ഥിരം രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. ഏറ്റവും വലുത് ആസ്മ രോഗമാണ്, മൈഗ്രൈൻ തലവേദനയാണ്. എന്റെ കിഡ്നി, എന്റെ ചെവി തുടങ്ങിയുള്ള ആന്തരിക അവയവങ്ങൾക്കെല്ലാം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ക്രിയാറ്റിന്റെ അളവ് വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ കൈകാലുകൾക്ക് നീര് വന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒക്കെ പോകുന്ന സമയങ്ങളായിരുന്നു അത്. എന്റെ ചെവിക്ക് ഒത്തിരി എന്താ പറയാ ഉപദ്രവമൊക്കെ ഏറ്റ് ചെവി
പഴുപ്പും ചോരയും ഒഴുകി അതൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ ശരീരത്തെ വേറൊരു ഓപ്പറേഷൻ, 2 മേജർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ തകർന്ന് രോഗിയായി ജയിലിൽ ആയിരിക്കുന്ന സമയത്താണ് ആ പ്രാർത്ഥന നടക്കുന്നത്. ആ പ്രാർത്ഥനയിൽ പോകുവാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. കാരണം അവിടെ റെക്കോർഡിലിട്ടിരുന്ന ഒരു പാട്ട് കേട്ടപ്പോൾ, അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം എന്നൊരു പാട്ട്, ആ പാട്ട് കേൾക്കുവാൻ വേണ്ടി ഞാൻ അവിടേക്ക് ചെന്നതാണ്. വാസ്തവമായിട്ടും അത് ദൈവത്തിന്റെ ഒരു ആകർഷണമായിരുന്നു. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല. അന്ന് ഞാൻ ചെന്നത് പ്രാർത്ഥനയിലേക്കാണെങ്കിലും വാസ്തവത്തിൽ ഞാൻ യേശുവിനാൽ ആകർഷിക്കപ്പെട്ട് യേശുവിന്റെ അടുക്കലാണ് ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ പലരുടെയും അനുഭവ സാക്ഷ്യങ്ങൾ, പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ അത് വളരെ വളരെ ആഴത്തിൽ എന്നോടെന്ന പോലെ എനിക്ക് തോന്നുകയായിരുന്നു. വിശുദ്ധ ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ പ്രസംഗിക്കുന്നു. ആ വചനങ്ങൾ ചിലരുടെ ജീവിത അനുഭവങ്ങളായി തീർന്ന അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നു. അതിനിടയിൽ പാട്ടുകൾ പാടുന്നു, ഉറക്കെ കൈകൾ ഉയർത്തുന്നു, ഹല്ലേലൂയ പറയുന്നു, സ്തുതിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥനാ രീതി ജീവിതത്തിൽ അതുവരെ കാത്തലിക്സ് എന്നുള്ള നിലയിൽ കുർബാനകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നല്ലാതെ വേറെ ഒന്നിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കാതുകൾ മന്ദമായിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ, നിന്റെ പാപങ്ങൾ ദൈവത്തെയും നിന്നെയും അകറ്റിയിരിക്കുന്നു. നിന്റെ മുഖം ദൈവത്തിൽ നിന്ന് മറച്ചിരിക്കുന്നു. അത് നിന്റെ അകൃത്യങ്ങൾ, നിന്റെ പാപങ്ങൾ, ദൈവത്തിന്റെ മുഖം നിനക്ക് കാണാൻ കഴിയുന്നില്ല. അത് നിന്റെ എന്നുള്ള എന്നോട് പറയുന്നത് പോലെ. എന്നിട്ട് എന്നോട് പറയുന്നു: മലകൾ അകന്നു പോകാം, കുന്നുകൾ നീങ്ങിപ്പോകാം, എന്നാൽ എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്, രക്ഷിക്കുന്ന ശക്തിയെ കുറിച്ച്, അവന്റെ കരുണയെ കുറിച്ച്, എന്നാൽ ദൈവത്തിന്റെ ദയ നിനക്ക് അറിയുവാനും അനുഭവിക്കുവാനും അവന്റെ മുഖം നിനക്ക് കാണുവാനും. നിന്റെ അകൃത്യങ്ങളും നിന്റെ പാപമാണ്, അത് എത്ര കടും ചുമപ്പാണെങ്കിലും അത് ഹിമം, അത് രക്താപുരം പോലെ വർണ്ണമെങ്കിലും അത് പഞ്ഞി പോലെ കപ്പിളി പോലെ വെണ്മയുള്ളതാക്കി മാറ്റുവാൻ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിന് കഴിയും. യേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു. അത് ഓരോരുത്തർ ഓരോ മണിക്കൂർ ഇങ്ങനെ നിന്ന് രാവിലെ 9 മണി തുടങ്ങി വൈകിട്ട് 4 മണി വരെ 3 ദിവസത്തെ ഒരു പ്രാർത്ഥനയായിരുന്നു. എന്റെ ജീവിതത്തിൽ 5 വർഷം, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 25ാമത്തെ വയസ്സാണ്. ഈ 25 വർഷത്തിനിടയിൽ ഇതുപോലെ അസാധാരണമായ ഒരു സ്വാധീന ശക്തിയുടെ വലയത്തിനുള്ളിൽ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും അത് ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുറച്ചു കയറുകയും ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്ന ആ ദൈവത്തിന്റെ വചനം, ഞാൻ എന്റെ അമ്മയെ ഓർക്കുന്നു, അപ്പനെ ഓർക്കുന്നു, എന്റെ സഹോദരങ്ങളെ ഓർക്കുന്നു, ഞാൻ എന്റെ തെറ്റുകളെ ഓർക്കുന്നു. ക്ഷമയെ കുറിച്ചുള്ള ക്ലാസ്സിൽ പറയുമ്പോൾ എന്റെ മനസ്സിലാണെങ്കിൽ ഇതിന്റെ നേരെ വിരുദ്ധമാണ്, മുഴുവൻ പകയും പ്രതികാരവുമാണ്. അതിനിടയിൽ അവരോരോരുത്തർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അവര് ദൈവം രക്ഷിച്ച വിധങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിന്റെ കാഠിന്യം മാറുന്നു. എനിക്ക് കരയണമെന്ന് തോന്നുകയാ. ഞാൻ കരയുവാൻ ആരംഭിച്ചു. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 10:44 പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം അനുഭവ സാക്ഷ്യങ്ങളിലൂടെ കേട്ടുകൊണ്ടിരുന്ന എന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അതെങ്ങനെയെന്ന് എനിക്ക് ഇപ്പോൾ ഞാൻ വ്യക്തമായി ദൈവവചനത്തിലൂടെ പറയാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 16:7 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ദൈവ ലോകത്തിന് ബോധ്യം വരുത്തും. ഞാൻ അതുവരെ പാപം ചെയ്തു എങ്കിലും ഞാൻ ചെയ്തത് ശരിയാണെന്നാണ് എന്റെ ധാരണ. കാരണം എന്റെ കുടുംബത്തെ തകർക്കുവാൻ ഇടയായിരുന്ന എല്ലാവരോടും ഞാൻ പക ചെയ്തു, ഇനിയും കുറെ പേരോടും കൂടി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതായിരുന്നു എന്റെ നീതി. എന്നാൽ ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല എന്നുള്ള, മറിച്ച് നേരെ തിരിച്ച് എന്റെ മനോഗതികൾ മാറി, എന്റെ ചിന്താഗതികൾ മാറി. കാരണം എന്നെ ആവസിച്ചിരുന്ന ദുരാത്മാവിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ മാറുക മാത്രമല്ല, എന്റെ കണ്ണുകൾ, ദുഷ്ടൻ, പിശാച്, ഈ ലോകത്തിന്റെ ദൈവം എന്റെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്റെ കണ്ണിനെ ദൈവം തുറന്നു. ഞാൻ കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാൻ, കർത്താവിന്റെ വചനത്തിലൂടെ അല്പമായി എനിക്ക് ഗ്രഹിപ്പാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു. ഞാൻ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനും നിലവിളിക്കുവാനും തുടങ്ങി. അതുവരെ പ്രാർത്ഥിച്ചിരുന്ന നന്മ നിറഞ്ഞ മറിയമോ
അല്ലെങ്കിൽ അതുവരെ പ്രാർത്ഥിച്ചിരുന്ന വണക്കമാസത്തിന്റെ അല്ലെങ്കിൽ പുണ്യവാളന്മാരോടുള്ള അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിച്ച ഒരു പ്രാർത്ഥന പോലെയുള്ളതൊന്നുമല്ല. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ നിലവിളിക്കുകയായിരുന്നു. ആ നിലവിളി ചില ഓർമ്മകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഞാൻ ചെയ്തു കൂട്ടിയ ഈ തെമ്മാടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം, ഈ അകൃത്യം, അത് ശരിയെന്ന് ചോദിച്ചിരുന്ന എന്റെ മുൻപിൽ യേശുവിന്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട ഒരു രംഗം, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ, അറിയാതെ ചെയ്തു പോയതാണ് എന്നുള്ള ആ ഒരു ബോധ്യം കർത്താവിന്റെ വാക്കുകളിലൂടെ അവർക്ക് കൊടുക്കുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനിങ്ങനെ ചെയ്തു, എനിക്കിങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടി, എന്റെ കുടുംബം രക്ഷ പ്രാപിച്ചോ? ഞാൻ ചിന്തിച്ചതുപോലെ എന്റെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനും അത് എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊണ്ടുവന്നു? ഒരിക്കലും ഇല്ലെന്ന് മാത്രമല്ല, ആകെ തകർച്ചയിലേക്ക്, ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത, ഇന്നും അതിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്റെ കുടുംബത്തിലെ ഓരോരുത്തരും അതിന്റെ സ്വാധീനം അനുഭവിക്കുന്നുണ്ട്, അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാരണം അവരുടെ ഓർമ്മകളിൽ അത് മുറിവുകൾ മായ്ക്കുവാൻ കഴിയാത്ത അത്രയും ആഴത്തിലുള്ള മുറിവുകളായിരുന്നത്. ഞാൻ തന്നെയും എത്രയോ വർഷങ്ങൾ ഇന്നും ചിലപ്പോഴൊക്കെ എനിക്കത് ഓർക്കുവാൻ താല്പര്യമില്ല. കാരണം എനിക്ക് സങ്കടമുണ്ട്. ദൈവം എന്റെ പാപങ്ങൾ ക്ഷമിച്ചു, എന്റെ അകൃത്യങ്ങൾ മോചിച്ചു, ദൈവം എന്നെ വിശ്വസ്തനെന്നും നീതിമാനെന്നും ദൈവം തന്റെ കൃപയാൽ തന്റെ കരുണയാൽ എന്നോട് ചെയ്തു. എങ്കിലും ഞാൻ ഓർക്കുകയാണ്. എന്നാലും ഞാനൊരു അപ്പനായി ഇന്ന്. എനിക്ക് 2 മക്കളുണ്ട്. എന്റെ മൂത്ത മോള് അവർക്ക് 24 വയസ്സ് കഴിഞ്ഞു, എന്റെ മോന് 21 വയസ്സ് കഴിഞ്ഞു. എനിക്കിന്ന് 57 വയസ്സുണ്ട്. ഞാൻ ഒരു അപ്പനായപ്പോൾ അപ്പന്റെ ഹൃദയം എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, ഏതൊരു പിതാവിനും ഒരു മക്കളോടുള്ള വാത്സല്യം, ഏതൊരു മാതാവിനും ഒരു മക്കളോടുള്ള വാത്സല്യം, സഹോദരി ബന്ധം, മനുഷ്യന്റെ പ്രതികാര ചിന്തകൾ, ഇതൊന്നും കാണുവാനോ ചിന്തിക്കുവാനോ കഴിയാത്തവണ്ണം അവന്റെ കണ്ണ് കുരുടാക്കും. കാരണം അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും വരുന്ന പിശാചിന് മനുഷ്യൻ ഇടം കൊടുക്കുമ്പോൾ കർത്താവിന് അവന്റെ ഹൃദയത്തിൽ ഇടം ഇല്ലെന്ന് മാത്രമല്ല, ഈ പിശാച് അവനെയും അവന്റെ കുടുംബത്തെയും അവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നശിപ്പിക്കും, അറുക്കും, മുടിക്കും. എന്നാൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ യേശുക്രിസ്തു അല്ലാതെ ഈ ലോകത്തിൽ മറ്റൊരുത്തരും കഴിയില്ല എന്നുള്ള ആ മഹനീയ സത്യം വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. മറ്റൊരുവരിലും രക്ഷ ഇല്ല. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടില്ല. ഞാൻ ആ രക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ ഈ തെറ്റൊക്കെ ചെയ്തു എങ്കിലും ചില ഓർമ്മകൾ, എനിക്ക് അപ്പനോടുള്ള ചില നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു, അപൂർവം ചില ഓർമ്മകൾ. ഞാൻ ഇഷ്ടമില്ലെങ്കിലും ഈ ഓർമ്മകൾ എന്നെ വേട്ടയാടുകയായിരുന്നു. ആ ഓർമ്മകൾ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുമായിരുന്നു. അത് മാത്രമല്ല, അവരുടെയൊക്കെ നിലവിളികൾ, അവരുടെ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ, എന്റെ ആണെങ്കിൽ എന്റെ സഹോദരിമാരുടെ നിലവിളികൾ, ഒരു വശത്ത് അവരുടെ പിതാവ്, മറുവശത്ത് അവരുടെ സഹോദരൻ. അപ്പൊ എന്റെ മനസ്സിന്റെ അസ്വസ്ഥത മാറുവാൻ ഞാൻ എന്റെ അറിവിൽ, എന്റെ വിശ്വാസത്തിൽ, ഞാൻ എന്റെ പള്ളിയിൽ ഈ മരിച്ചടക്കപ്പെട്ട ആ സ്ത്രീയുടെയും അല്ലെങ്കിൽ എന്റെ പിതാവിന്റെയും ഒക്കെ ആ കുഴി മാടത്തരികിൽ ആ കല്ലറയിൽ ചെന്നിരുന്ന ആരും കാണാതെ രാത്രികളിലൊക്കെ, ഞാൻ എതിരദേശത്തെ ഭൂതഗ്രസ്തനെ പോലെ ശവക്കല്ലറയിൽ വസിക്കുന്നവനൊന്നുമല്ല. ഞാൻ പലപ്പോഴും അതിന് തൊട്ടടുത്തൊരു പറമ്പുണ്ട്. എന്റെ വീടും ഈ പള്ളിയുടെ സെമിത്തേരിയും തമ്മിൽ ഒരു പറമ്പിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും രാത്രികളിൽ അവിടെ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയും. ഞാൻ പലപ്പോഴും അവിടെ ചെന്നിരുന്ന് തല മണ്ണിൽ അടിച്ചു തന്നെ എന്താ പറയുക, തല തല്ലി കറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല, എനിക്കൊരു സമാധാനവും ലഭിച്ചിട്ടില്ല. ഞാൻ സാമുദായികമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജാമ്യത്തിൽ നിൽക്കുമ്പോൾ 89 ഞാൻ ഒരു ദിവസം 3 പ്രാവശ്യം മലയാറ്റൂർ മല ഞാൻ കയറി ഇറങ്ങി. എന്റെ കൈകാലുകൾ മുഴുവൻ എന്താ പറയുക, നീര് വന്ന് വീങ്ങി, കാല് മുഴുവൻ, തൊട മുഴുവൻ പൊട്ടി തൊലിപോയി. എന്തിനെന്ന് ചോദിച്ചാൽ കുറ്റബോധത്തിന് ഒരു മോചനം കിട്ടുവാൻ. ഏതെല്ലാം പള്ളികളിൽ, ഏതെല്ലാം സ്ഥലങ്ങളിൽ കുടുംബസാരവും അതുപോലുള്ള രീതികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വസ്ഥത ആ മേഖലയിൽ ലഭിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ കാര്യം തുറന്നു പറയുമ്പോൾ കേൾക്കുന്നവർ പറയും, അവർ പറയുന്നതൊന്നും ഞാൻ പറയുന്നില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല. പക്ഷെ ആശ്വാസത്തിന്റെ വാക്കുകളല്ലായിരുന്നു.
പക്ഷെ ഞാൻ ഈ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയുടെ മതിലിലേക്ക് എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് വാക്യങ്ങളൊക്കെ എനിക്ക് എന്റെ ഓർമ്മയിൽ, ഞാൻ അറിയാതെ തന്നെ എന്റെ ഓർമ്മയിൽ തങ്ങിയിരുന്നു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 17-30 വാക്യമാണ്. അറിയായ്മയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്. ഞാൻ ഉപയോഗിക്കുന്ന POC ബൈബിളിൽ അത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നുള്ള ആ ഒരു നിലയിലാണ് ആ വാക്യം. തൊട്ടടുത്ത വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ അവന് കുടിക്കുവാനും, വിശക്കുന്നുവെങ്കിൽ അവന് ഭക്ഷിക്കുവാനും, ദാഹിക്കുന്നുവെങ്കിലും അവന് കുടിക്കുവാനും കൊടുക്കുക. അതിന്റെ അടുത്ത വാക്യം മധുരയിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ പ്രതികാരം കർത്താവിനുള്ളത്, കർത്താവ് പകരം ചെയ്യും. എന്നാൽ നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ, ശത്രുവിനോട് നീ ക്ഷമിക്കുന്നുവെങ്കിൽ, നീ അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനകൾ കോലകൂട്ടിക്കുകയായിരിക്കും. ഈ വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നത്, ഈ വാക്യങ്ങൾ മുഴുവൻ നഗ്നമായി ലംഘിച്ചവരാണ് ഞാൻ. പിന്നെ ഞാൻ ഈ പള്ളിയിലേക്ക് പോകില്ല. എനിക്ക് ആ വാക്യമൊക്കെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ജീവിത യാത്രക്കിടയിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ജയിലിലും സുവിശേഷം പ്രസംഗിക്കുവാൻ ആളുകൾ വന്നിട്ടുണ്ട്. അവർ പറയുമ്പോൾ അവർ പറയുന്ന പദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയോ ഒരു അസ്വസ്ഥതയാണ് എനിക്ക് തോന്നുന്നത്. ഇന്നെന്ന പോലെ എനിക്ക് വൈകാട്ടറിയാം. അവര് അന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തിൽപ്പെട്ട കണ്ണൂർ ഉള്ള ഒരു സ്ഫടിക പാസ്റ്റർ, അതുപോലെ തന്നെ ഒരു ബൈബിൾ ഭവനിലെ ഒരു ദൈവദാസൻ, അവരൊക്കെ വരുമായിരുന്നു. ഇങ്ങനെ ജയിലിൽ വന്നിട്ടുണ്ട്. അവര് വന്നിങ്ങനെ 1 മണിക്കൂർ ഒരു പ്രസംഗം നടത്തിയിട്ടൊക്കെ പോയി. ഞങ്ങൾ പാട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് പാട്ട് കേൾക്കാൻ പോകും. പാട്ടതിന് ശേഷം അവർ പ്രസംഗം ഇങ്ങനെയാണ്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു, ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ചും. എന്നിട്ട് പറയുന്നു, ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കും, എന്നാൽ പാപത്തിന്റെ ശിക്ഷയ്ക്ക് ഒരു പരിഹാരം കർത്താവ് ഒരുക്കും. പക്ഷെ എനിക്കെന്തോ അത് കേൾക്കുമ്പോ സന്തോഷമല്ല, സമാധാനമല്ല, മറിച്ച് വളരെ അസ്വസ്ഥതയാണ്. അതെന്നിൽ വസിച്ചിരുന്ന പാപമായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് അതും കേൾക്കാറായി. എന്നാൽ ഈ മീറ്റിംഗിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ നിലയിലുള്ള സ്നേഹത്തെ കുറിച്ചുള്ള ദൈവസ്നേഹത്തെയാണ് അവർ പറഞ്ഞത്. ദൈവസ്നേഹത്തെ മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ആ ദൈവസ്നേഹം എങ്ങനെയാണ് എന്ന് ദൈവകാൽവരിയിലൂടെ അത് വെളിപ്പെടുത്തുകയാണ്. ദൈവസ്നേഹമാണ് ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. ഒറ്റ കാര്യം ചെയ്താൽ മതി, അവനിൽ വിശ്വസിക്കുക മാത്രം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. ആ ഏവനും എന്നുള്ള പദത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നാൽ എന്നെ ആരും സ്വീകരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് അതായിരുന്നു, സ്വീകാര്യമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കും വേണ്ടാത്ത അവഗണനയുടെ നൊമ്പരവും പേറുകയാണ്, തിരസ്കരണത്തിന്റെ നൊമ്പരം പേറുകയാണ്. ചെയ്തുപോയ കുറ്റബോധം അല്ലെങ്കിൽ ചെയ്തുപോയ തെറ്റിന്റെ കുറ്റബോധം ഒരു വശത്ത് അനുഭവിക്കുമ്പോൾ മറുവശത്ത് കൂടെയുള്ള തിരസ്കരണം. ജയിലൊക്കെ വിസിറ്റിങ്ങിന് വരുന്ന അല്ലെങ്കിൽ കാണാൻ വരുന്ന ആളുകൾ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വസ്ത്രമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് നമ്പറൊക്കെ ഉണ്ട്. 8829 എന്റെ നമ്പർ ചാപ്പ കുത്തി കന്നുകാലിക്ക് ചന്തയിൽ നിന്നും വരുമ്പോൾ ഒരു മുദ്ര അടിക്കുന്നത് പോലെ ഒരു നമ്പറൊക്കെ കുത്തി വിടുന്ന ഞങ്ങളെ കാണുമ്പോൾ ഏതോ ഒരു വിചിത്ര ലോകത്തുള്ള ആളുകളെ കാണുന്നത് പോലെയുള്ള കാഴ്ചക്കാരൊക്കെ കാണുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ഹതഭാഗ്യരുടെ മനോവ്യതകൾ അല്പമെങ്കിലും ദൈവമക്കൾ പ്രത്യേകിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അവർ തെറ്റിപ്പോയി, അവർ പാപികളായി തീർന്നു, അവർ ശപിക്കപ്പെട്ടവരായി മാറി. സംഭവം ശരിയാണ്. പക്ഷേ അവരെയും ഉൾക്കൊള്ളുവാൻ മനസ്സുള്ള ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് എന്റെ ഈ സന്ദേശത്തിൽ ആരും സ്വീകരിക്കാത്ത, ആരും അംഗീകരിക്കാത്ത, എല്ലാ അർത്ഥത്തിലും അവഗണിക്കപ്പെട്ട, ശാപമായി തീർന്ന, നിന്നെ ആർക്കും വേണ്ട എന്ന് കരുതുന്ന ഒരു വ്യക്തിയെങ്കിൽ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിന്നോട് അപേക്ഷിക്കുകയാണ്. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വീഴ്ചകൾ എത്ര വലുതാണെങ്കിലും, നമ്മൾ എത്ര ശാപയോഗ്യമായ പ്രവൃത്തികളാണ് ചെയ്തതെങ്കിലും, നമുക്ക് വേണ്ടി നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മുടെ ശാപം വഹിച്ചുകൊണ്ട്, നമ്മുടെ രോഗം വഹിച്ചുകൊണ്ട് നമ്മെ ബന്ധിച്ചിരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ നമുക്ക് പകരമായി ജീവൻ നൽകിയ ഒരു ദൈവമുണ്ട്. ആ കർത്താവിനെ അറിയുവാൻ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോകണ്ട, ഏതെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യണ്ട.
ഒരു കാര്യം ചെയ്താൽ മതി. ഞാനിത് പറയട്ടെ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ 12 ബ്ലോക്ക് ഉണ്ട്, 12 വാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. 2000-ഓളം തടവുകാർ ഞാനുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാളൊക്കെ ഒത്തിരി ഉണ്ട്. ആ ജയിലിനകത്ത് കിടക്കുന്ന ഞാൻ 5 വർഷമായിട്ട് മുറളോ കാണാതെ ഇരുട്ടിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ കിടക്കുന്ന ഞാൻ, രോഗിയായി കിടക്കുന്ന ഞാൻ, മനോഗതിയിൽ കിടക്കുന്ന ഞാൻ, എന്ത് പുണ്യം ചെയ്തിട്ടാ, എവിടെ പോയിട്ടാ, എന്ത് ദാനധർമ്മം ചെയ്തിട്ടില്ല. ഒറ്റ കാര്യമേ ഞാൻ ചെയ്തുള്ളൂ. ഞാൻ എന്നെ രക്ഷിക്കുന്ന, മാനവജാതിയെ രക്ഷിക്കുന്ന, മാനവജാതിയോട് ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ചിലരുടെ അനുഭവങ്ങളിലൂടെയും വിശുദ്ധ ബൈബിളിലൂടെയും അവർ പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ആ ഭാഗ്യം അതെന്റെ ജീവിതത്തിൽ ഭാഗ്യമായി തീരേണ്ടതിന് ഞാൻ അതിനെ സ്വീകരിച്ചു. അത് സ്വീകരിക്കുവത്തക്കവണ്ണം അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അത് എന്റെ ഉള്ളിൽ എന്റെ പോലും അനുവാദം കൂടാതെ അത് എന്റെ വിശ്വാസമായി പരിണമിച്ചു. ആ വിശ്വാസത്തിൽ നിന്ന് ഞാൻ കർത്താവേ എന്നൊന്ന് വിളിച്ചു. വേറെ ഒന്നും ചെയ്തില്ല. ഞാൻ സത്യമായി പറയുന്നു, തന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. റോമർ 10:13 വളരെ വ്യക്തമായി പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. കേൾവിക്കാരും എനിക്ക് പങ്കുവയ്ക്കുവാൻ മനോഹര ഭയങ്കരമായിട്ട് വരും. ഞാൻ എന്റെ കേൾവിക്കാരിൽ സത്യമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്, മനം തകർന്ന് ആരും സഹായിപ്പാനില്ലാതെ ആർക്കും രക്ഷിപ്പാൻ കഴിയില്ല എന്നോർത്ത് എല്ലാവരും ആരും കൈവിടപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഞാൻ അവരോട് പറയട്ടെ, നിങ്ങൾ അവിടെ യേശുവേ എന്നോട് ക്ഷമിക്കണമേ, യേശുവേ അങ്ങനെ സ്നേഹിക്കുന്നത് എനിക്കറിയുവാൻ എന്നോട് കൃപ ചെയ്യണമേ. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാൻ കഴിയില്ലെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ യേശുവേ എന്ന് നിങ്ങളൊന്ന് വിളിക്കൂ. നിങ്ങൾ അറിയാതെ ഒരു അഭൗമമായ ശക്തി, വിശ്വസിക്കുന്നവരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം നിങ്ങൾ അറിയും. നിങ്ങളുടെ ഹൃദയദൃഷ്ടിയെ ദൈവം തുറക്കും. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ചങ്ങലകളെ കർത്താവ് അഴിക്കും. കാരണം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ അടയാളങ്ങൾ നടക്കുന്നവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെയും രോഗികളെയും സൗഖ്യമാക്കുമെന്ന് ഞാൻ അനുഭവിച്ചതാണ്. എത്രയോ ദുരാത്മാക്കളാൽ ദണ്ഡിപ്പിക്കപ്പെട്ടവരാണ് ഞാൻ. എത്രയോ മാരക രോഗങ്ങളിൽ അടിമയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ യേശുവിനെ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയിലൂടെയാണ് ഞാൻ ആദ്യമായി കേട്ടത്. പിന്നെ പലരിലൂടെ കേട്ടു. എനിക്ക് കാര്യമായ മാറ്റമൊന്നും വന്നത് എനിക്ക് അപ്പോൾ മനസ്സിലായില്ലെങ്കിലും ഏറെ ഞാൻ കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അറിയാത്ത, അതുവരെ അനുഭവിക്കാത്ത ഒരു സ്നേഹം ഉള്ളിൽ, ഒരു സമാധാനം എന്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞു. അന്ന് രാത്രിയിൽ പല്ലുകടി കൂടാതെ, നിലവിളി കൂടാതെ, എന്താ പറയാ, ആ അസ്വസ്ഥമായ മനസ്സോടെ ഉറക്കത്തിൽ ഭയപ്പെടുത്തുന്ന ഒരനുഭവം എന്നും അസ്വസ്ഥനായിരുന്നു ഞാൻ. അന്ന് ഒരു ദിവസം, ഒരു രാത്രി, ഒരു മണിക്കൂർ പോലും എനിക്ക് തോന്നി പെട്ടെന്ന് നേരം വെളുത്തു. അതൊരടയാളമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന്റെയും ഇടപെടലില്ലാതെ ചില പ്രത്യേകമായ സംഭവങ്ങൾ ജയിലിൽ അരങ്ങേറി. ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. കേരള നിയമസഭയിലെ അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു നിയമസഭാ കക്ഷി നേതാവ്. PC ജോർജ് തുടങ്ങിയ 5ഓളം MLA-മാർ ആ ജയിലിൽ വരുവാൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ നടന്നു. അതൊരു ദൈവിക അത്ഭുതമായിരുന്നു. ബൈബിൾ പറയുന്നു, വിടുതൽ എന്ന് പറയുമ്പോൾ അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുക, പൈശാചിക ശക്തികളിൽ നിന്ന് സ്വതന്ത്രമാവുക, ശാരീരികമായ രോഗത്തിൽ നിന്നും സൗഖ്യം ലഭിക്കുക, ഒപ്പം
മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന കുടുക്കുകൾ, കുഴികൾ, അതിൽ നിന്നും ദൈവം അക്ഷരീകമായി വിടുവിക്കും. ജയിലിൽ കിടക്കുന്ന എന്റെ അനുഭവത്തിൽ അതും സംഭവിച്ചു. ഒരു പുതിയ നിയമം വരെ വന്നു. ഞാൻ വളരെ ഉറപ്പോടെ പറയാം, ക്രൂശിൽ യേശു ശത്രുവിനെ ആയുധവർഗം വെപ്പിക്കുക മാത്രമല്ല, നമുക്ക് പ്രതികൂലമായിരുന്ന കൈയെഴുത്തുകളെയും മായ്ച്ചു കളഞ്ഞു. വേദപുസ്തകത്തിന്റെ ന്യായപ്രമാണത്തിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം ഒരു പ്രതികൂലമായി, കാരണം ഈ ന്യായപ്രമാണ പ്രകാരം സകല മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എല്ലാ മനുഷ്യരും ഒരുപോലെ ശപിക്കപ്പെട്ടവരും ശാപത്തിന് യോഗ്യരും നിത്യമരണത്തിന് അവകാശികളുമാണ്. ആടുകളെ പോലെ വഴിതെറ്റിപ്പോയി നാം എല്ലാവരും ഒരുപോലെ വഴിതെറ്റിപ്പോയി. എന്നാൽ നമുക്ക് വേണ്ടി ജീവന് നൽകി നമ്മെ സ്നേഹിച്ച ഒരു നല്ല ഇടയൻ, അവന് വിശ്വസിക്കുന്നവരെ ഒരു നിയമങ്ങളും കൂടാതെ, ഒരു നീതി പ്രവൃത്തികളും കൂടാതെ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ദൈവത്തിന്റെ ദയയെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവനിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രതികൂലമായിരിക്കുന്ന കൈയെഴുത്തുകൾ, അത് ന്യായപ്രമാണത്തിന്റെ ആകാം, രാജ്യത്തിന്റെ ആകാം, ഒക്കെ മായ്ക്കുവാനും മാറ്റുവാനും ദൈവത്തിന് കഴിയും. ഞാനത് അനുഭവിച്ചു. 10 ദിവസത്തെ പരോൾ എനിക്ക് ലഭിച്ചു. 5ാമത്തെ വർഷം ദീർഘമായ കാലയളവിന് ശേഷം എനിക്ക് പരോൾ ലഭിച്ചു. ഒരു മനുഷ്യന്റെയും സഹായം ദൈവത്തിന് ഒരാളെ രക്ഷിപ്പാൻ ആവശ്യമില്ല. 90% ചിലപ്പോൾ ദൈവം ദൂതന്മാരെയോ മനുഷ്യരെയോ നിയമങ്ങളെയോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ദൈവമായി നേരിട്ട് ഇറങ്ങി വന്ന് ഡെമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ച് അവന് വേണ്ടി വഴിയും ആലോചനയും പറഞ്ഞു കൊടുത്ത് അവനെ നടത്തി അവനെ ദൈവത്തിന്റെ കയ്യിൽ ഒരു ആയുധവും ഒരു ഉപകരണവുമാക്കുവാൻ കഴിയുന്നവര് യേശു ഇന്നും ജീവിക്കുന്നു. എനിക്ക് ജയിലിൽ നിന്ന് മോചനം കിട്ടി, ഓർഡർ വന്നു. ഞാൻ ഇത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസ് പോലും പറയുന്നത് താൻ സ്വപ്നത്തിലാണെന്ന് തനിക്ക് തോന്നുന്നത്. കാരണം 4 അധികാരികളെ, ചേവകരെ കാവൽ നിർത്തി 1-ാം വാതിലും 2-ാം വാതിലും ഇരുമ്പ് വാതിലും ഒക്കെ തനിയെ തുറന്ന് ആ കാവൽക്കാരെ മയക്കിക്കിടത്തി തടവറയിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവന്ന ചരിത്രം വേദപുസ്തകത്തിൽ ഒരു കഥയല്ല, ഒരു സത്യമാണ്. വേറൊരു പത്രോസ് അല്ലെങ്കിൽ വേറൊരു പോളച്ചൻ ഞാൻ പറയാം, നിയമങ്ങളിൽ ഒരു മാറ്റമുണ്ടാക്കി ജയിലിൽ കിടന്ന് നിലവിളിക്കുകയും ഹൃദയപൂർവ്വം കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുകയും അനുദമിക്കുകയും ചെയ്യുന്ന ഒരു പാപിയിൽ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന്, ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നുമ്പോൾ അവന്റെ ശത്രുക്കളെ പോലും ദൈവം അവനോട് ഇണങ്ങിക്കഴിയുമാറാക്കുന്നു എന്നുള്ളതിന്റെ ഒരനുഭവമാണ്. അതൊരു വലിയ സന്തോഷത്തിന്റെ അനുഭവം. ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ എനിക്കുണ്ടായ ആദ്യത്തെ അനുഭവം, ഞാൻ ജയിലിൽ കേട്ടതായ അതേ കരിസ്മാറ്റിക് ഒരു പ്രാർത്ഥനാലയത്തിലേക്ക് ഞാൻ കടന്നുപോയി. സമയം വളരെ വേഗത്തിലങ്ങ് പോയി. ഞാൻ 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ 1 മണിക്കൂറായി. ഞാൻ അല്പസമയം കൂടി പറയാം. 31 വർഷത്തെ അനുഭവങ്ങൾ എത്ര മണിക്കൂർ വേണം? ഇത് രക്ഷയുടെ അനുഭവങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ അങ്ങനെ പുറത്തിറങ്ങി വന്നു. 10 ദിവസത്തെ ലീവില് എന്റെ ഒരു ബന്ധു മേരി എന്ന് പറയുന്നത് അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയാണ്. അതെന്നെ ഡിവൈൻ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയായിരുന്നു. ഒരാഴ്ചത്തെ ധ്യാനം. അത് ഞാൻ അപ്പോഴും എനിക്ക് വേറെ ഒരു കാര്യവും അറിയില്ല. യേശുവിനെ ഞാൻ അല്പമായിട്ട് അറിഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ ചെന്നു. ആ പ്രാർത്ഥനയിൽ വെച്ച് എന്റെ പേര് ചൊല്ലി കർത്താവ് വിളിച്ചു. അവിടെ വെച്ച് ക്ഷമിക്കുവാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. എന്റെ അകൃത്യങ്ങളും പാപങ്ങളും ഏറ്റുപറയുവാൻ ദൈവം എന്നെ സഹായിച്ചു. അത്ഭുതമാർന്ന രോഗസൗഖ്യം എനിക്ക് അവിടെ വെച്ച് ലഭിച്ചു. അവിടെ ചില രോഗികൾ തളർന്നവർ എഴുന്നേൽക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ കണ്ടു. ദയവായി എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ഒരു പക്ഷേ വിമർശിക്കുന്നവരുണ്ടാകാം. അവിടെ നടക്കുന്നത് അത്ഭുതമാണോ, ഇവിടെ നടക്കുന്നത് അത്ഭുതമാണോ, ഇയാൾക്ക് കിട്ടിയത് ദൈവികമാണോ എന്നൊക്കെ വിമർശിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, പ്ലീസ്. ഞാൻ ദൈവത്തിന്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതും ഞാൻ അനുഭവിച്ചതും എന്നെ രൂപാന്തരപ്പെടുത്തിയതുമായ സത്യങ്ങളുടെ ഓരോ ഘട്ടമാണ് ഞാൻ ഈ പറയുന്നത്. ആ സംഭവം ഒരു കൊള്ളിയാൻ മിന്നുന്നത് പോലെ ഒരു ശക്തി എന്റെ മേൽ വ്യാപരിച്ചു. എന്റെ ശരീരം വിറയ്ക്കുവാൻ ആരംഭിച്ചു. എന്റെ ശരീരം വിറച്ച് ഞാൻ ഉരുണ്ട് താഴെ വീണു. അതെനിക്ക് പിന്നത്തേതിൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോധം വന്നേ. എന്റെ വസ്ത്രമെല്ലാം പിച്ചി ചീന്തിയിട്ടുണ്ട്. എന്റെ കൈകാലുകളെല്ലാം മുറിഞ്ഞിട്ടുണ്ട്. കാരണം പിന്നീട് അറിയുന്നു, അനേക ദുരാത്മാക്കൾ
എന്നെ ബാധിച്ചിരുന്നത് വിട്ടുപോയ അനുഭവമാണ്. ഇതൊക്കെ തിയോളജിക്കലായി വിമർശനവും ചോദ്യങ്ങളും ഒത്തിരി അറിവുകളും ഒത്തിരി പഠനങ്ങളും നമുക്ക് നല്ലതാണ്. പക്ഷേ ഇത്രയും അറിവും പഠനവും ഒക്കെ ഉള്ളവരല്ലേ യേശുവിനെ ക്രൂശിച്ചത്? കാരണം തേജസ്സിന്റെ കർത്താവിനെ അവർ അറിഞ്ഞിരുന്നു എങ്കിൽ അവർ അവനെ ക്രൂശിക്കുമായിരുന്നില്ല. ഇന്നും അനേകര് ദൈവിക ഇടപെടലുകളെ ക്രൂശിക്കുന്നവരുണ്ട്. ഞാൻ ആ ഭാഗം അവിടെ വിട്ടിട്ട് ഞാൻ മുന്നോട്ട് വരട്ടെ. ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞു. അത്ഭുതമാർന്ന രോഗസൗഖ്യം പ്രാപിച്ചു എന്ന് എനിക്ക് ഉറപ്പായി. കാരണം അപ്പോഴും ഞാൻ ആസ്മയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശാരീരികമായ കുറെ പ്രയാസങ്ങൾ, മറ്റ് രോഗങ്ങളൊക്കെ എനിക്ക് മാറിയൊന്നും എനിക്കറിയില്ല. കാരണം എന്റെ ക്രിയാറ്റിൻ അളവ് അല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ അവസ്ഥകളൊക്കെ എന്തൊക്കെ മാറ്റം വന്നു എന്ന് ഇനി ഒരു മെഡിക്കൽ റിപ്പോർട്ടുകൾ കിട്ടണം. എന്നാൽ വിശ്വാസത്തോടെ ദൈവം എന്നിൽ എന്തോ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ഞാൻ അംഗീകരിച്ചു. ഞാൻ അത് അംഗീകരിച്ചപ്പോൾ എന്റെ ശ്വാസം നേരെയായി. അതൊരു തോന്നലല്ലല്ലോ. ഞാൻ അത് ആദ്യമായി പങ്കുവെച്ചപ്പോൾ എന്നെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഒരു ഹൈന്ദവ ഡോക്ടറായ കുഞ്ഞിക്കണ്ണൻ ജയിലിൽ ചെന്നപ്പോൾ എനിക്കൊരു മെഡിക്കൽ ബോർഡുണ്ട്. സ്ഥിരമായി കഴിഞ്ഞ 5 വർഷം ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ആ ബുക്ക് നോക്കി അദ്ദേഹം എല്ലാ മരുന്നുകളും എഴുതുവാൻ, ആസ്മ രോഗത്തിന്റെ ഇതിന്റെ പേരൊക്കെ തുടങ്ങി കുറെ മരുന്നുകൾ. ഒരു നേരത്തെ ഗുളിക കഴിച്ചാൽ ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അതിന് മാത്രം രോഗങ്ങൾ എനിക്കുണ്ട്. 7ഓളം രോഗങ്ങളാണ് ഞാൻ ബാധിക്കപ്പെട്ടിരിക്കുക. പക്ഷെ എന്റെ മനസ്സിലാരോ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, നിനക്കിനി മരുന്ന് വേണ്ട. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, സാറേ എനിക്ക് മരുന്ന് വേണ്ട. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അത് ഇനിയിപ്പോ അത് വിശദീകരിക്കാൻ വലിയ സമയം അങ്ങോട്ട് പോകും. ചുരുക്കി പറയട്ടെ, അദ്ദേഹം പറഞ്ഞു, മരുന്ന് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം, മരുന്ന് എഴുതുക എന്റെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കും. കാരണം ജയിലിലൊക്കെ അങ്ങനെയാണ്. അദ്ദേഹം ആ മരുന്ന് എഴുതി, ഞാൻ ആ മരുന്ന് വാങ്ങിച്ചു. ഞാൻ അത് കഴിക്കാതെ ഞാൻ അതിന് ഉപേക്ഷിച്ചു. ഇന്ന് വരെ 31 വർഷമായി ആസ്മ രോഗത്തിനോ അതല്ലെങ്കിൽ പിന്നീട് എന്റെ കയ്യിൽ 4-5ഓളം മെഡിക്കൽ റിപ്പോർട്ടുകളും റെക്കോർഡുകളും ഒക്കെ ഇരിപ്പുണ്ട്. പഴയതും പുതിയതും ഒക്കെയുണ്ട്. ബുദ്ധിക്ക് തെളിവായ ഏതെങ്കിലും അവിശ്വാസി മെഡിക്കൽ റിപ്പോർട്ടിലാണ് വലിയ ധൈര്യവും വലിയ ആശ്രയവുമെങ്കിൽ ഞാൻ പറയാം, മുൻപും പിൻപും എന്ന റിപ്പോർട്ടുകൾ ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എന്നെ ഡയാലിസിസ് ചെയ്യട്ടെ, മീൻസ് എന്നെ ഒരു CT സ്കാനോ ഒരു MRI സ്കാനോ എടുക്കട്ടെ, എന്റെ ആന്തരിക അവയവങ്ങളെ പരിശോധിക്കട്ടെ, പരീക്ഷിക്കട്ടെ. ഞാനുണ്ടല്ലോ ജീവനോടെ. ആ റിപ്പോർട്ടുകൾ അവിടെ ഉണ്ടല്ലോ. എന്ത് ന്യായം പറയും? മൈഗ്രൈൻ രോഗത്തിനും കിഡ്നിയുടെ പ്രോബ്ലത്തിനും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ സൗഖ്യം പ്രാപിച്ച് മടങ്ങി വന്നു. 10 ദിവസത്തെ ലീവ് എനിക്ക് 20 ദിവസം കൂടി നീട്ടി കിട്ടി. അങ്ങനെ 1 മാസം ലീവ് കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം എന്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറയുവാൻ ആരംഭിച്ചു. എന്റെ ഉള്ളിൽ വന്ന ദൈവസ്നേഹം എന്നെ ആദ്യം നടത്തിയത്, ഞാൻ ശത്രുക്കൾ എന്നും ഇനിയും കൊല്ലണമെന്ന് ഞാൻ കരുതിയിരുന്ന എന്റെ ബന്ധുക്കളും എന്റെ നാട്ടുകാരുമായി എന്റെ അയൽവാസികളായ 17ഓളം കുടുംബങ്ങളിലേക്ക് ഞാൻ ചെന്നു. ഞാൻ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളും മോശമായ കാര്യങ്ങളും ഞാൻ അവരിൽ പലരോടും പറഞ്ഞു. ഞാൻ പലതും ചെയ്തത് ഞാൻ കാരണം 2 കുടുംബങ്ങൾ തമ്മിൽ അടിച്ചിരിക്കുകയാണ്, തമ്മിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ സിസ്റ്റർ ജോയ്സിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ട് ഏതെങ്കിലും ഒരു സാധനം ഞാൻ കൊള്ളയടിച്ചു കൊണ്ടുപോയി. ജോയ്സിന്റെ ഏറ്റവും ശത്രു എന്ന് പറയുന്ന തൊട്ട് അയൽവക്കക്കാരന്റെ ചെരുപ്പോ അയൽവക്കക്കാരന്റെ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിന്റെ പടിക്ക് ഞാൻ ഇട്ടു. ഞാൻ കാരണം നിങ്ങളും അയൽവക്കക്കാരനും തമ്മിൽ എന്താ പറയാ രക്തശത്രുവായെന്ന് മാത്രമല്ല, നിങ്ങൾ അവനെതിരെ കേസ് കൊടുത്തു, അവനെ പോലീസ്, ഇതുപോലുള്ള അതിക്രമങ്ങൾ ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ അങ്ങനെ 17ഓളം സ്ഥലങ്ങളിൽ ഞാൻ പോയി മാപ്പ് ചോദിച്ചു. മോഷ്ടിച്ചതും പിടിച്ചു പറിച്ചതും ഞാൻ തിരിച്ചു കൊടുത്തു. ഞാൻ കൊല്ലാനിരുന്നവരുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കഠിനമായ പകയും വെറുപ്പുമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം. ഞാൻ അവരുടെ കാൽക്കൽ വീണു. എന്റെ കൈ കൊണ്ട് മരിച്ച സ്ത്രീകളുടെ 2 കുഞ്ഞുങ്ങളുടെ കാൽക്കൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, മോനെ നീ എന്നെ എന്തും ചെയ്തു. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ എന്നെ റോട്ടിൽ വെച്ച് കല്ലെടുത്ത് എറിഞ്ഞതാ. പിന്നീട് ആ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒരുമിച്ച്, എന്റെ അമ്മ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നു. ഒരുമിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊരു കഥയല്ല, ഇതൊരു ജീവിത അനുഭവമാണ്. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടൊന്നും എനിക്കിത് ചെയ്തു തീർക്കാൻ സാധിക്കില്ല. ഞാൻ 6 വർഷമെടുത്തു എന്റെ ജീവിതത്തിൽ മുഴുവൻ ആളുകളോടും ക്ഷമ ചോദിച്ചു തീർക്കുവാൻ.
എനിക്ക് ചിലതിന് പരിഹാരം വരുത്തുവാൻ. ഞാനത് ചെയ്തത് കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ദൈവം തന്ന പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ട ദൈവസ്നേഹം അവരുടെ അടുക്കിലേക്ക് നയിക്കുവാൻ എനിക്ക് ധൈര്യവും ശക്തിയും നൽകി. ഞാൻ പോയി ഞാനത് ചെയ്തു. അങ്ങനെ എന്റെ കയ്യിൽ ഒരു ബൈബിൾ കിട്ടി. ഞാൻ ഈ ബൈബിളുമായി ജയിലിലേക്ക് വന്നു. ഇതിനിടയിൽ പണ്ട് ജയിലിൽ വന്നുകൊണ്ടിരുന്ന സ്ഫടികം എന്ന് പറഞ്ഞ ആ പാസ്റ്റർ, അതുപോലെ പള്ളിയിലെ അച്ഛന്മാര്, കന്യാസ്ത്രീമാര്, ഇവരുടെ അടുത്തൊക്കെ ഞാൻ ചെന്നു. എനിക്ക് ഒരു സഭയോ ഒരു മതമോ ഒരു സാമുദായിക ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്ന യേശുവിനെയും അവന്റെ വചനവും എനിക്കറിയാം. പക്ഷെ ഞാൻ അവിടെ ചെന്നു. എന്റെ കയ്യിൽ ഭാഗ്യവശാൽ ഡോക്ടർ പി ജി വർഗീസിന്റെ ആ അങ്കിളിന്റെ ഒരു പുസ്തകം എന്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. എന്തോ ഒരു പ്രത്യേകത തോന്നി ആ പുസ്തകത്തിൽ. സാധാരണ ഞാൻ വായിച്ചിട്ടുള്ള മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ അഡ്രസ്സിലേക്ക് ഞാൻ ഒരു കത്ത് എഴുതി. ഓടിച്ചു പറയട്ടെ, എനിക്ക് ഒരു കെട്ട് പുസ്തകം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഒരു മാസികയിൽ ഞാൻ എഴുതിയ കത്ത് സാക്ഷ്യമായിട്ടും എനിക്ക് കുറച്ച് പോസ്റ്റ് പുസ്തകങ്ങളും വന്നു. ഞാൻ ആ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ എന്റെ ആത്മീക ജീവിതത്തിൽ ദൈവം ഇടപെടുവാൻ ആരംഭിച്ചു. ആ പുസ്തകങ്ങളിലൂടെ ദൈവവചനത്തിന്റെ പൊരുളുകൾ ഷണ്ടന് വേണ്ടി പീലിപ്പോസ് തിരിച്ചു കൊടുത്തതുപോലെ എനിക്ക് ദൈവം ആ തടവറയിൽ എന്നെ സഹായിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു തടവുകാരൻ, ഒരു മോഷണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഒരു പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിരുന്നവൻ ബൈബിൾ കോളേജിൽ പോയി കർത്താവിനെ അറിഞ്ഞ് അവനൊരു താൽക്കാലികമായ 3 മാസത്തെ ശിക്ഷയ്ക്ക് അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലൂടെ സ്നാനത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ പള്ളിയിലും എന്താ പറയാ ഈ പുസ്തകങ്ങളും ആ ഒരു സമ്മിശ്ര പരുവത്തിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഇതൊക്കെ ഒരു മാസത്തിനുള്ളിൽ നടക്കുകയാണ്. എന്റെ വേദപുസ്തകം ഞാൻ വായിച്ചു തീർന്നു. എഫെസ്യ ലേഖനം 2:8-9 എത്തിയപ്പോഴേക്കും ദൈവം എന്നോട് ബൈബിളിലൂടെ സംസാരിച്ചു. വിശ്വാസം വഴി കൃപയാലത്രേ നീ രക്ഷിക്കപ്പെട്ടത്. അത് നീ നേടിയെടുത്തതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തിയുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. എന്റെ രക്ഷ ഞാൻ ഇന്നായിരിക്കുന്നത് ഈ അവസ്ഥയിലേക്ക് ഞാൻ എത്തുവാൻ കാരണം ദൈവത്തിന്റെ കൃപയല്ലാതെ വേറെ ഒന്നുമല്ല. ദൈവത്തിന്റെ കൃപയെ വർണ്ണിപ്പാൻ ഒരു കാര്യം കൊണ്ടും ഒരു വ്യക്തിക്കും അവന്റെ യാതൊരു നീതി പ്രവൃത്തികൾ കൊണ്ടും കാരണമല്ല. ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടത് കാൽവരിയിലാണ്. മാനവജാതിയുടെ പാപത്തെ അറിഞ്ഞിട്ടും പാപിയായിരിക്കെ തന്നെ എന്നെ സ്നേഹിച്ച, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവകൃപ കാൽവരിയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിശുദ്ധ ബൈബിൾ അത് പറയുന്നു. ഞാൻ അത് ചെയ്തത് സത്യമാണ്. ഞാൻ ഒരു നീതി പ്രവൃത്തിയും ചെയ്തില്ല. ഞാൻ ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഞാൻ വിശ്വസിച്ചു. വിശ്വാസം വഴി കൃപയാൽ ഞാൻ രക്ഷപ്പെട്ടു. ദൈവം എന്റെ പക്ഷത്തായി, ദൈവം എനിക്ക് അനുകൂലമായി, ദൈവം എന്നെ നീതീകരിച്ചു, ദൈവം എന്നെ പകലെന്നും പുത്രനാക്കി തീർത്തു, എന്റെ ആത്മാവിന് എന്റെ മേൽ നൽകി. ബൈബിൾ എന്റെ ആവേശമായി മാറി. ഞാന് ജയിലിൽ ഒരു മാസം, ജൂൺ മാസം 93 ജൂൺ മാസമായപ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങുന്ന മുറിയിൽ ഒരു രാത്രിയിൽ ഒരു ദിവ്യമായ ദൈവാനുഭവം എനിക്കുണ്ടായി. അതിനു മുൻപും അതിന് ശേഷവും അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. സ്വപ്നത്തിലോ അല്ലെങ്കിൽ തോന്നലിലോ അശരീരി പോലെ വ്യക്തമായി ഞാൻ ഒരു ശബ്ദം കേട്ടു. കൊടിയ മുഴക്കത്തോടെ വെളിച്ചം വന്ന മുറിയിൽ നിറഞ്ഞു. ആ ശബ്ദം എന്നെ വന്ന് പിടിച്ചു. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മരിച്ചവനെ പോലെ ആത്മവിവശതയിലായി താഴെ വീണു. ഞാൻ ഇന്ന് താഴെ വീഴുന്നതിനെ 100 വിധത്തിൽ വിമർശിക്കുന്നതോട് ഞാൻ പറയട്ടെ, ആ താവറയിൽ ഇതൊന്നും അറിയാത്ത ഞാൻ ദൈവശക്തിയാൽ ഷോക്ക് അടിച്ചവനെ പോലെ പ്രജ്ഞയേറ്റ് ഞാൻ താഴെ വീണു. എന്റെ കാതുകളിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു. ഭയപ്പെടേണ്ട, ഞാൻ ആകുന്നു, ഉറക്കെ സ്തുതിക്കുക. ഭാഷാപരമാകുന്നു. ഞാൻ അന്യഭാഷയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. പരിശുദ്ധാത്മവരത്തോടെ ദൈവം എന്നെ നിറയ്ക്കുകയും ആത്മഭാഷയോടെ ഞാൻ സ്തുതിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. അത് എന്റെ ജീവിതത്തിൽ അതൊരു വ്യത്യസ്തമായ രാവും പകലും പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റു. കൂടെയുള്ള തടവുകാര് കുറച്ചു പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും അനുഭവപ്പെടാത്തതും എനിക്ക് മാത്രം അനുഭവപ്പെട്ടതുമായ ഒരു കാര്യം. പക്ഷെ ഞാൻ ഈ അനുഭവത്തിൽ അവർ പറയുന്നത് ഞാൻ കിടന്ന് അപ്പൊ അവര് പറയുന്നത് എനിക്ക് അപസ്മാര രോഗം പോലെ എന്തോ വന്നിട്ട് ഞാൻ വിറയ്ക്കുന്നതാണെന്നാണ്. പക്ഷേ അപസ്മാരോ അല്ല, മറ്റൊന്നുമല്ല. ദൈവശക്തിയാൽ, ആത്മശക്തിയാൽ ഞാൻ വിറയ്ക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും ദൈവം എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. പിന്നീട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ജയിലിൽ ചെറിയൊരു പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. ഇതിനോടകം മാസങ്ങൾ ഓരോന്നോരോന്ന് കഴിഞ്ഞു. 6 മാസം എത്തുന്നതിന് മുൻപേ ഞാൻ പള്ളിയിൽ
ഈ ഇപ്പുറത്തുള്ള ഈ സ്പടികം പാസ്റ്റർ അതുപോലെയുള്ള ആളുകളുടെയൊക്കെ PG വർഗീസിന്റെ പുസ്തകങ്ങൾ, അങ്കിളുമായിട്ടുള്ള കത്തിടപാടുകൾ, ഇങ്ങനെയുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എനിക്ക് ഈ ലോകത്തിന്റെ എന്ന് പറയുമ്പോൾ ലോകത്തിന് വലിയ വലുപ്പമുണ്ടല്ലോ. ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പോലും എന്റെ സാക്ഷ്യം മാസികയിൽ വായിച്ചെനിക്ക് കത്തയച്ചു. ഞാൻ എവിടെ കിടക്കുക? തടവുകാരനായി ജയിലിൽ കിടക്ക. 5 വർഷം ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ലാത്തിടത്ത് യേശുവിനെ അറിഞ്ഞപ്പോൾ മാസങ്ങൾക്കുള്ളിൽ പലയിടങ്ങളിൽ നിന്നും എനിക്ക് സ്വീകാര്യതകളായി. കാരണം ആ ദൈവമനുഷ്യൻ എന്റെ സാക്ഷ്യം സമാധാന മാസികയിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഇത് അറിഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതിനോടകം പള്ളിയിൽ എന്റെ രീതികൾ, കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിറയ്ക്കും, കുർബാനക്കിടയിൽ ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ അന്യഭാഷയാകും. ഒറ്റ വാക്കിൽ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. അത് വല്ലാത്തൊരു അസ്വസ്ഥത. എന്റെ അനുഭവങ്ങളും അവരുടെ അനുഭവങ്ങളും തമ്മിൽ പൊരുത്തപ്പെടാതെയായി. ചുരുക്കി പറയട്ടെ, കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആ പള്ളിയിൽ നിന്ന് പുറത്തൊരു കൊച്ചു പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. ഒരു മാവിന്റെ ചുവട്ടിൽ പതിയെ പതിയെ ആളുകൾ വരുവാൻ തുടങ്ങി. വരുന്നവരിൽ മാറ്റങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ ഒന്നിച്ചുകൂടി യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആളുകൾ കൂടിയിരിക്കുന്നവർ കരയുവാൻ ആരംഭിച്ചു, അവർ ക്ഷമിക്കുവാൻ ആരംഭിച്ചു. അനേകർ കർത്താവിനെ അറിഞ്ഞു. 6 മാസം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ മീറ്റിംഗ്, PG സംഘത്തിന്റെ ഒരു മീറ്റിംഗ് നാട്ടിലോട്ട് കൂടാൻ പോയി. അതൊരു പെന്തക്കോസ്. അങ്ങനെയാണ് പെന്തക്കോസ് സഭ എന്ന് പറയുന്ന അനുഭവത്തിൽ ആദ്യമായി ഞാൻ കാലുകുത്തുന്നത്. എനിക്കറിയില്ല ഈ PG സംഘം പെന്തക്കോസുകാരനാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഞാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെ ഞാൻ ജയിലിൽ വെച്ച പുസ്തകത്തിലൂടെ പരിചയപ്പെട്ടു. ഇതിലേതാ വകഭേദങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ മീറ്റിംഗിൽ അവിടെ ചെന്നു. എറണാകുളം AJ ഹാളിൽ വെച്ച് ആ മീറ്റിംഗിൽ വെച്ച് പരിചയപ്പെട്ടു. അവിടെ വെച്ച് എറണാകുളം തൈക്കുടം ഷാറൂൺ ചർച്ചിലെ ഒരു വിശ്വാസി എന്നെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് പിറ്റേ ദിവസം അവരുടെ ചർച്ചിൽ ഒരു ആരാധനയ്ക്ക് പോയി. ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് എന്ന് അന്നൊരു ഒരു കൺവെൻഷൻ അവിടെ നടക്കുകയായിരുന്നു. 3 ദിവസത്തെ കൺവെൻഷനിലെ ലാസ്റ്റ് ദിവസം, 3 ദിവസമാണെന്ന് എന്റെ ഓർമ്മ. എന്നാൽ ഞാൻ ചെല്ലുന്നത് ശനിയാഴ്ച വൈകിട്ടാണ്. അന്ന് വൈകിട്ട് J. ആന്റണി പാടിയ പരസ്യമൊക്കെ നടത്തുന്നത് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകനാണ് ലോർഡ്സൺ ആന്റണി. ഇന്ന് പാട്ടുപാടുന്ന ആ കൊച്ചു പയ്യൻ, അത് കുഞ്ഞാണവൻ. ഇന്നേക്ക് 31 വർഷം മുമ്പ് ആ കൊച്ചു പയ്യൻ കീബോർഡ് വായിച്ച് അവൻ പാട്ടുപാടി. അപ്പൻ ആന്റണി പാസ്റ്റർ മാർക്കോസ് 10 ബർത്തിമായിയെ കുറിച്ചുള്ള പ്രസംഗം, ആ പ്രസംഗത്തിന് മുൻപ് എന്നോട് പറഞ്ഞു, ഒരല്പസമയം സാക്ഷ്യം പറയാമോ എന്ന് ചോദിച്ചു. അന്ന് പരസ്യമായി പൊതുവേദിയിൽ യേശുവിനെ ഞാൻ അവിടെ സാക്ഷിച്ചു. അതിനു മുൻപ് ഞാൻ കരിസ്മാറ്റിക്കൽ കോട്ടയിലും പല ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ അല്പസമയം കർത്താവിനെ സാക്ഷിക്കുമായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നു. ആ സഭയിൽ അവിടെ ചെന്നു. പിന്നെ ആ പാസ്റ്ററും ആ സഭയിലുള്ള ദൈവമക്കളുമായിട്ടുള്ള ബന്ധം എന്റെ ആത്മീക വഴിത്തിരിവിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ദൈവം എന്നെ നടത്തി. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ കൈക്കരിൽ സ്നാനപ്പെടുന്നു. ഞാൻ ജയിലിലേക്ക് മടങ്ങി വരുന്നു. ഓരോ പരോളും 6 മാസം കൂടുമ്പോൾ ഞാൻ പുറത്തിറങ്ങുന്നു. ഈ സമയങ്ങളിലെല്ലാം പരസ്യയോഗങ്ങളിലും അതുപോലെ തന്നെ പല സഭകളിലും പലയിടങ്ങളിലും കൊച്ചു കൊച്ചു അനുഭവങ്ങളും അവസരങ്ങളും എനിക്ക് ലഭിക്കുന്നു. ഇതിനിടയിൽ പല 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 മീഡിയകളിൽ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നു. പല മാധ്യമങ്ങളിൽ, മലയാള മനോരമയിൽ പണ്ട് എന്റെ ക്രൂര കഥകളുടെ വിവരണങ്ങളാണ് വന്നിരുന്നെങ്കിൽ ഇന്ന് പരോളിലിറങ്ങി മനം മാറിയും ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു. എന്റെ വിവാഹ വാർത്ത അങ്ങനെയാണ് മനോരമയിൽ വന്നത്. ജീവൻ TVയിൽ, സൂര്യ TVയിൽ, പല ചാനലുകളിൽ വന്നു. അങ്ങനെ ഞാൻ ജയിലിൽ ചെന്നു. ഉദ്യോഗസ്ഥന്മാരിലും എന്നിൽ വന്ന മാറ്റങ്ങൾ. കാരണം അവിടെ ഞാൻ ഒരു കുടുംബത്തിൽ എന്ന പോലെ കഴിഞ്ഞ 5 വർഷം ജീവിച്ചതല്ലേ. എങ്ങനെ തെമ്മാടിയായി അതിനകത്ത് ജീവിച്ചു എന്നുള്ളത് അവർക്കറിയാമല്ലോ, കൂടെയുള്ള തടവുകാർക്കറിയാമല്ലോ. ഇന്ന് എന്റെ മാറ്റം മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു 10 മിനിറ്റ് സ്റ്റേജിലിരുന്ന് പെർഫോമൻസ് കാണിക്കുന്ന അല്ലല്ലോ. 10, 20 വർഷം 10, 15 വർഷമൊക്കെ ജയിലിൽ ഒരു കുടുംബമായിട്ട് കഴിയുന്ന എല്ലാം ജീവവിരുദ്ധ ശിക്ഷക്കാരെ കണ്ടെത്തുന്ന ഒട്ടുമിക്കവരും. പക്ഷേ ആ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അത് രഹസ്യമല്ല, അത് അഭിനയിക്കേണ്ടതുമില്ല, അത് അങ്ങനെ തന്നെയാണ്. അത് വലിയ മാറ്റങ്ങളായി. അങ്ങനെ ആ കൊച്ചു കൂട്ടായ്മ വളരും ആരംഭിച്ചു. ഏറെക്കുറെ 180ഓളം പേർ, കൃത്യമെണ്ണമൊന്നും അല്ല, ഏറെക്കുറെ അത്രയും ആളുകൾ ആ കൂട്ടായ്മയിൽ കൂടി വന്നു. തടവറയിലെ തടവുകാർ. അതിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ 1999 ജൂലൈയിൽ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. 45-ലധികം തടവുകാർ. ഞാൻ സ്നാനപ്പെട്ട സഭയിൽ വന്ന് സ്നാനപ്പെട്ടു. അവിടെ കർത്തൃവേശ ഒഴിച്ചു ബാക്കി എല്ലാ ശുശ്രൂഷകളും, കൃപാവര ശുശ്രൂഷകൾ, അവിടെ ഞങ്ങൾ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ദൈവം പകലും, അന്യഭാഷയോടെ ദൈവം ജനത്തെ ആരാധിക്കും.
അവിടെ ആത്മാവിൽ നിറഞ്ഞ ജനം പരിശുദ്ധാത്മാവിൽ വീണ് കിടന്ന് കരയുകയും നിലവിളിക്കുകയും ആരാധിക്കുകയും ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദുരാത്മാക്കൾ വിട്ടുപോകുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് അവിടെ കൊണ്ട് മാത്രമല്ല, എന്നാൽ അതിനിടയിൽ ജയിലിൽ നിന്ന് തന്നെ പരോളിൽ ഇറങ്ങുന്നപ്പോൾ എന്റെ വിവാഹം കഴിയാൻ ദൈവനെ സഹായിച്ചു. അതിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ വിശദീകരിക്കുക, പിന്നെയും പോവുകയാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്താൻ എനിക്ക് തന്ന സമയം പിന്നെ ഒരു 15 കൂടി, അതുകൊണ്ട് നിർത്തട്ടെ. 11 വർഷം ഇങ്ങനെ മുന്നോട്ട് പോയി. 11 വർഷം ജയിലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിവാഹ ജീവിതത്തിന്റെ തുടർന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തിറങ്ങി വന്നു. പിന്നെ പ്രൊഫഷനോട് കൂടി ഒരു 4 വർഷം പ്രൊഫഷനോട് കൂടി എനിക്കെന്ന് പറഞ്ഞാൽ ജില്ല വിട്ടു പോകരുത്, സ്റ്റേഷനിൽ ഉൾപ്പെടണം, മാസത്തിലൊരിക്കൽ പോയി പ്രൊഫഷണൽ ഓഫീസിൽ പെട്ടുള്ള വ്യവസ്ഥയോട് കൂടിയൊക്കെ എന്നെ റിലീസ് ചെയ്തു. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. ഇതിനിടയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു നല്ല സഭാദൈവം സ്ഥാപിച്ചു. ഇന്ന് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു 10-12ഓളം പേര് പല സംഘടനകളിൽ ശുശ്രൂഷകന്മാരും സഭാ ശുശ്രൂഷകരും സുവിശേഷകരും ഒക്കെയായി പല ഉന്നതമായ ഡിഗ്രികളൊക്കെ എടുക്കുന്ന, ആർക്കും വേണ്ടാതെ കിടന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെ എത്തിപ്പെട്ട ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നു. ആ കർത്താവിന് ഇന്നും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. പ്ലീസ്, നിങ്ങൾ ദൈവത്തെ ഒന്ന് ദൈവമേ എന്നൊന്ന് വിളിക്കൂ. സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. ഹൃദയം കുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കാരണം രക്ഷിക്കാൻ കഴിയാതവണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. അവന്റെ കാതുകൾ നിന്റെ നിലവിളിയും തേങ്ങലും കേൾക്കുവാൻ കഴിയാതവണ്ണം മന്ദമായിട്ടില്ല. അവൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. നീ അനാഥനായിരിക്കുവാൻ കാരണം നിന്നെ സ്നേഹിക്കുന്ന കർത്താവിനെ നിന്റെ ഹൃദയം കൊണ്ട് നീ അംഗീകരിക്കാത്ത ഒറ്റ കാരണമേ ഉള്ളൂ. എന്നേക്ക് നിന്നോട് കൂടെ ഇരിക്കാൻ ദൈവം തന്റെ ആത്മാവിന്റെ സഹായകനായി ആശ്വാസപ്രദനായി നിന്റെ മേൽ അവൻ അയക്കും. നീ അവനെ വിളിച്ചപേക്ഷിക്കുകയും അവൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. നിന്റെ കർത്താവ് രക്ഷകനുമായി നീ അവനെ സ്വീകരിക്കുമെങ്കിൽ, ഞാൻ നീ എന്ന് പറയുമ്പോൾ സ്നേഹം കൊണ്ടാണ്, ഭീഷണി കൊണ്ടല്ല കേട്ടോ. നമുക്ക് ദൈവത്തെ, ഇത്ര നല്ല ദൈവത്തെ രുചിച്ചറിയുവാൻ, അവനെ നമുക്ക് വേണ്ടി നമ്മുടെ ശിക്ഷയ്ക്കായി നമ്മുടെ സമാധാനത്തിനായി അവനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നിയ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ തന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മളെ വിശ്വസിച്ച്, പൗലോസ് പറയുന്ന ഒരു പദമുണ്ട് തിമോഥെയോസ് 1:12, അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ഈ ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് അവൻ എന്നെ രക്ഷിക്കുക മാത്രമല്ല, അവൻ എന്റെ അകത്യങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, എനിക്ക് ഏറ്റവും നന്ദിയുള്ള ഒരു കാര്യം, ആ ജയിലിൽ വെച്ച് എനിക്കിനി ഒരു ലോകത്തിൽ എനിക്കൊരു ജോലിയോ ഒരു ജീവിതമോ ഒരു ഭാവിയോ അഥവാ കിട്ടിയാൽ തന്നെ എനിക്ക് ആരോഗ്യ സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചതഞ്ഞ ഓടയെ, നികൃഷ്ടമായതിനെ, ഏതുമില്ലാത്തതിനെ അവൻ വിളിച്ചു. അവനെന്നെ വിശ്വസ്തനെന്ന് എണ്ണി തന്റെ കൃപയും കൃപാവരങ്ങളും തന്റെ ആത്മാവിനെ എന്നെ നൽകി. സുവിശേഷത്തിന്റെ വചനങ്ങൾ എനിക്ക് നൽകി. അവന്റെ ഒരു സാക്ഷിയായി കഴിഞ്ഞ 31 കൊല്ലം എന്നെ ലോകത്തിന്റെ പല വൻകരകളിൽ എന്നെ അവർ ഉപയോഗിക്കുന്നു. ഇന്ന് 18 വർഷമായി ഒരു നെറ്റ്വർക്കില്ലാത്ത, കറണ്ടില്ലാത്ത, വഴിയില്ലാത്ത ഒരു കൊടും കാടിനോട് ചേർന്ന്, പണ്ട് ഞാൻ പറഞ്ഞല്ലോ +1 പോകുന്ന സമയത്ത് ഞാൻ നാട് വിട്ട് കർണാടകയിൽ ഒരിക്കൽ വന്നു എന്ന്. ആ സ്ഥലത്ത് പട്ടാള ക്യാമ്പിലായിരുന്നപ്പോൾ ഹിന്ദി ഇച്ചിരി പഠിച്ചു എന്ന്. അങ്ങനെ ഹിന്ദിക്കാരുടെ ഇടയിൽ നോർത്ത് ഇന്ത്യയില് പലപ്പോഴും പോകും. ഇതിനിടയിൽ ദൈവം എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്നെ ഞാൻ ഭൂമിയുടെ അറ്റത്തോളം, അതൊക്കെ ജയിലിൽ വെച്ച് പറഞ്ഞ വാഗ്ദാനങ്ങളാണ്, ബൈബിളിലൂടെ പറഞ്ഞതാണ്. അവിടെ പ്രവാചകന്മാർ വന്ന് തലയിൽ കൈവയ്ക്കുവാൻ പ്രവാചകന്മാർ അവിടെ വരില്ലല്ലോ. കാരണം പ്രവാചകന്മാർക്ക് അവിടെ വരാൻ നിയോഗം വളരെ ചുരുക്കം ചിലർക്ക് കിട്ടാറുള്ളൂ. എന്നാൽ കർത്താവിന് ഏത് തടവറയിലും വരാം. അവൻ പത്രോസിലും വരും, പത്രോസിനെ അഴിക്കാൻ അവൻ കാരാഗ്രഹത്തിലും വരും. ആ യേശു എന്റെ അടുക്കൽ വന്ന് എന്നോട് അവൻ പറഞ്ഞു, നീ എന്റെ സാക്ഷിയാവുക. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കറിയില്ല, ഞാൻ പേടിയുള്ളവനാണ്, എനിക്ക് എങ്ങനെ കഴിയും? പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. എനിക്ക് ഈ വേദപുസ്തകം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, അതെന്റെ തലയ്ക്കകത്തിരിക്കും. എന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകളിൽ അവൻ ഈ ജീവന്റെ വചനം തടവറയിൽ വെച്ച് എഴുതി തന്നു. ഇത് അനേകാവർത്തി ഭക്ഷണം പോലെ കഴിക്കുക. യെരമ്യാവ് 15:16-17 വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങൾ കണ്ടെത്തി അത് ഞാൻ ഭക്ഷിച്ചു. അതെന്റെ ഹൃദയത്തിന് ആനന്ദവും എന്റെ മനസ്സിന് സന്തോഷവുമായി. എന്റെ ഏറെ ആഹാരം, സന്തോഷം മറ്റു പുസ്തകങ്ങളെക്കാൾ എനിക്ക് വചനമായിരുന്നു. അത് എനിക്കറിയില്ലായിരുന്നു. എന്നെ അവർ യുദ്ധം ചെയ്യുവാൻ എന്റെ കൈകളെയും പടപൊരുതുവാൻ എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുകയായിരുന്നു. ഇതെനിക്ക് ദൈവവചനം പ്രസംഗിക്കാനോ കർത്താവിനെ സാക്ഷിക്കുവാനോ എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അവൻ എന്റെ വിശ്വസ്തനെന്ന് എന്നെ ഈ ശുശ്രൂഷ വരമേൽപ്പിച്ചതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു.
പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയുന്ന പോലെ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാവുകയാണ്. അധൈര്യപ്പെടാതെ എനിക്ക് ധൈര്യമുണ്ട്. കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, കരുണ ലഭിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നതാണ്. അവൻ എന്നെ കൂട്ടുവേലക്കാരനാക്കി. പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയാണ്, 3-ാം അധ്യായത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, പൗലോസിനെ നടുവാനും പൗലോസിനെ നനയ്ക്കുവാനും അങ്ങനെ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരൻ എന്നെ കേട്ടുവോ? പക്ഷെ ദൈവം എന്നെ മാന്യന്മാരോടുകൂടെ തന്നെ കുപ്പയിൽ ഉയർത്തുന്നവൻ, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നവൻ. ഞാൻ കൊട്ടാരത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഞാൻ മജിസ്ട്രേറ്റ് ന്യായാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അക്ഷരികമായി ഞാൻ കൊട്ടാരത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ പല സ്ഥലങ്ങളിൽ, ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ, അതുപോലെ ജീവിതത്തിന്റെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ ദൈവനെ നടത്തിയിട്ടുണ്ട്. ഒപ്പം എനിക്ക് ഏറ്റവും ആനന്ദം നൽകുന്നത് എന്നെ പോലെ തെരുവിൽ കിടക്കുന്ന, ജയിലിൽ കിടക്കുന്ന, ആര്യമില്ലാത്ത അനാഥരായ ദുരാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവരെ ചേർത്ത് അവരൊക്കെ എന്റെ വീട്ടിൽ പാർപ്പിച്ചും അവരോടുകൂടി ജീവിച്ചും അങ്ങനെയൊക്കെ കടന്നു പോകുന്നു. കാരണം ദൈവം വിശ്വസ്തനെന്ന് എണ്ണി നമുക്ക് എന്ത് ഏൽപ്പിച്ചു തരുന്നുവോ അതിനൊരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. ഇതിനിടയിൽ കുടുംബജീവിതത്തിൽ 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ പലയിടങ്ങളിൽ സന്ദർശിച്ചു, പ്രവർത്തിച്ചു, താമസിച്ചു. പലയിടങ്ങളിൽ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ, സഭകൾ ഉണ്ടായി. എല്ലായിടത്തും ദൈവം കൃപ തന്നു. എവിടെ ഇരുന്നാലും അവിടെയെല്ലാം ഓരോ സുവിശേഷകന്മാരുണ്ടാകുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഒന്നോ അതിലധികമോ, അവരെയോ അല്ലെങ്കിൽ വേറെ ഒരാളെയോ അല്ലെങ്കിൽ ആ സംഘടനയോ. എല്ലാ സംഘടനയിലും ചില കൂട്ടായ്മകളൊക്കെ പ്രവർത്തനങ്ങളുണ്ട്. എനിക്കതുകൊണ്ട് ഒരു സംഘടനയിൽ, എല്ലാ സംഘടനയിലും എന്റെ പ്രവർത്തകരുണ്ട്. എന്റെ ഭാര്യയുടെ വീട്ടിൽ ഞങ്ങൾ അവർ 5 പെണ്ണാണ്. മൂത്തതിനെ ഞാൻ പങ്കെടുച്ചു. അവൾ ആദ്യപരമാണ്. അതും കൃപയാ മുഖാന്തരമാണ് ഒരു അനുഭവത്തിലേക്ക് വന്നത്. 5 പേരും ഇന്ന് സുവിശേഷകരാണ്. എന്റെ വീട്ടിലും എന്റെ ശേഷം എന്റെ പെങ്ങള് ഒരു കന്യാസ്ത്രീയായിരുന്നു. എന്നെ പഠിപ്പിച്ച അധ്യാപകനാണെന്ന് വാങ്ങിയിരിക്കുന്നത്. മറ്റൊരനുജൻ അച്ഛനൊക്കെ പോയത്, അവരും വിശ്വാസത്തിലേക്ക് വന്നു. ബാക്കി ആരും വന്നിട്ടില്ല. എന്റെ അമ്മയും മരിച്ചു കഴിഞ്ഞ വർഷം. ഈ 2 മക്കളെ എനിക്ക് ദൈവം ദാനമായി തന്നു. ഒരാൾ ഇന്ന് സ്പീച്ച് പാത്തോളജിസ്റ്റ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. പഠിക്കാൻ അത്രയും ദൈവം കൃപ കൊടുത്തു. എന്റെ മോന് ഫുൾ സ്കോളർഷിപ്പോട് കൂടി അവൻ BIT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെല്ലൂർ ടെക്നോളജി ഇതിന്റെ ആന്ധ്രയിൽ പഠിക്കുന്നു. ഫൈനൽ ഇയർ കമ്പ്യൂട്ടർ സയൻസ്. മക്കൾക്ക് നല്ല അവസരങ്ങൾ കൊടുത്തു. കോളേജിന്റെ സെലക്ഷനിൽ അവൻ ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് അവനും അമേരിക്കയിൽ ഒരു ജോൺ ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ഒരു കോഴ്സിന് ഒരു ചെറിയൊരു ഷോർട്ട് ടൈം എന്താ പറയാ ഒരു പ്രത്യേക അവസരം കിട്ടി. അങ്ങനെ ദൈവം ഞങ്ങളെ മാനിച്ചു. ജീവിതത്തിൽ എല്ലാ ആവശ്യങ്ങളും തന്നു. ഞാൻ എന്റെ ആദ്യ പ്രാർത്ഥന ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കൂട്ടുകാരുടെ ചോറിൽ ഉറുമ്പ് കയറുക, സ്കൂൾ വിട്ട് ഓടിപ്പോരുമ്പോൾ കടയിൽ കപ്പ വലിച്ചെടുത്ത് തിന്നും. തൊട്ടടുത്ത പറമ്പിൽ വീണ് കിടക്കുന്ന മാങ്ങ, തേങ്ങ, അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ മോഷ്ടിച്ചത്. ജീവിതത്തിൽ ആദ്യത്തെ മോഷണം ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ മോഷ്ടിച്ചത് പാലക്കാട് ഒരു മധുവിനെ തല്ലി കൊന്നപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, അന്ന് എനിക്കും കിട്ടിയിട്ടുണ്ട് ചിലരുടെ കൈനാടി. ഞാൻ കപ്പ പറിച്ചപ്പോൾ വിശന്നിട്ടാണ്, എന്റെ ചെവിക്കൽ നാടിയായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, ഉപദ്രവിക്കരുത്. നിങ്ങൾ ലോകത്തിൽ എത്ര നീചനായ ഒരു പാപിയെ കണ്ടാലും നിങ്ങൾ അവനെ ശമിക്കരുത്. ഇന്നത്തേക്ക് വാർത്തകൾ ശമിക്കും മനുഷ്യന്, ശരിയാണ്. പക്ഷേ ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കും. നാളെ ഒരുപക്ഷെ ഒരവസരം ദൈവം ആർക്കും കൊടുക്കില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ദൈവം അവരെ സഹായിക്കട്ടെ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്. മക്കളാൽ ദുഃഖം അനുഭവിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളെ അവർ കൊല്ലാൻ വേണ്ടി നടക്കുകയായിരിക്കാം. ഒരുപക്ഷെ മക്കളെ കൊല്ലാൻ നടക്കുന്ന മാതാപിതാക്കന്മാരുണ്ടാകും. എന്റെ പിതാവ് അങ്ങനെ എന്നെ ചെയ്യാൻ ശ്രമിച്ചതാണെന്നാണ് ഞാൻ കേട്ടറിവ്. ഇതൊക്കെ പകയും വെറുപ്പും വിദ്വേഷവുമാണ്. ഞാൻ പറയട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാനൊരു വാക്ക് സമയത്തിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ സന്തോഷമായി പോകുന്നു. ഒരു സഭയുണ്ട്, ഞാൻ ബാംഗ്ലൂർ ഹോസ്റ്റൽ സെന്റർ IPCയോടുള്ള ബന്ധത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഞാൻ എന്റെ മാതൃസഭ ഷാരൂർ ചർച്ചാണ്. വിശ്വാസകോണത്തിൽ 31 വർഷമായി പല വിധത്തിലുള്ള വചന ശുശ്രൂഷകളും സാക്ഷികളുമായി. അതിനേക്കാൾ ഏറ്റവും എനിക്ക് ഇഷ്ടവും സന്തോഷവും ദൈവം എന്നെ ഉപയോഗിക്കുന്നതും വ്യക്തിപരമായി സുവിശേഷം പറയാറുടെയാണല്ലോ എനിക്ക് പരിശീലനം ലഭിച്ചത്. വീടാന്തരമോ വ്യക്തികളോ ആയിട്ട് സുവിശേഷം പറഞ്ഞ് ആരാരും അറിയപ്പെടാത്ത ഇങ്ങനെയുള്ള കൊച്ചു ഗ്രാമങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഒന്നുമില്ലായ്മ ദൈവം എനിക്ക് വേണ്ടുവോളം എല്ലാ നന്മകളും നൽകി തന്നു. ആ നന്മകളൊക്കെ മറ്റുള്ളവർക്കും അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായ അർഹതപ്പെട്ടവർക്കൊക്കെ പങ്കുവെച്ചും ഒക്കെ സന്തോഷത്തോടെ പോകുന്നു. ദൈവകരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ.
ഒരു വാക്കാരെങ്കിലും ജീവിതത്തിൽ വേദനിക്കുന്നവരായി, തകർന്നവരായി, ദുഃഖം അനുഭവിക്കുന്നവരായി, ഏതെങ്കിലും രോഗങ്ങളാൽ, കടബാധ്യതകളാൽ, ഏതൊക്കെയോ പ്രയാസങ്ങളിലൂടെ ഞാൻ ഇതിലൂടെയൊക്കെ ഇനി വിശ്വാസം വന്ന് എനിക്ക് സ്ട്രോക്ക് വന്ന് അതുപോലെ മരണകരമായ പല അപകടങ്ങൾ, അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ദൈവം എന്നെ വിടുവിച്ചു. ഒരു വശം തളർന്നു പോയ സാഹചര്യങ്ങളുണ്ടായി. പൂർണ്ണമായിട്ട് വീണില്ല, എങ്കിലും എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ 3 വർഷത്തോളം, ഈ കഴിഞ്ഞ 4 വർഷത്തിന് മുൻപ് എനിക്ക് സ്ട്രോക്ക് വന്ന് കാല് തെറ്റി വീണതാണ്. ബ്ലീഡിംഗ് ആയി, തല ഓപ്പറേഷൻ ചെയ്തതാണ്. ഓർമ്മകൾ പലതും നഷ്ടപ്പെട്ടു പോയതാണ്. പക്ഷെ ദൈവം അതെല്ലാം എനിക്ക് മടക്കി തന്നു. എന്റെ കുഞ്ഞിന് ചെറിയൊരു വിഷമം ഉണ്ടായി, എന്റെ മോന്, ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം എല്ലാവർക്കും അത്ഭുതങ്ങളുടെ പരമ്പരകളാണ്. വിവിധങ്ങളായ നിലകളിൽ ഞാൻ അറിയാത്ത ആളുകൾ എന്നെ കരുതുവാൻ, എനിക്ക് സഹായിക്കുവാൻ, പലയിടങ്ങളിൽ നിന്നും പണം തരുവാൻ, ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ എണ്ണിയാൽ പറയാൻ കഴിയില്ല, എണ്ണിയാൽ വർണ്ണിക്കാൻ സാധിക്കില്ല. എന്നാൽ അതിൽ പ്രിയപ്പെട്ട അനേക ദൈവദാസന്മാരുണ്ട്. അതിൽ കാത്തലിക് സമുദായത്തിൽപ്പെട്ടവരുണ്ട്, പെന്തക്കോസ്ത് സമുദായത്തിൽപ്പെട്ടവരുണ്ട്, ബ്രദറൻ സമുദായത്തിൽപ്പെട്ടവരുണ്ട്, വിവിധ സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ദൈവം അവരെല്ലാം എനിക്ക് വേണ്ടി ഏതെങ്കിലും നിലകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വിശേഷാൽ ജോണി കുട്ടി എന്ന് പറയുന്ന എന്റെ ഭാര്യയുടെ പാസ്റ്ററായിരുന്ന പാസ്റ്റർ റോയ് ചെറിയാൻ, എന്റെ പാസ്റ്ററായിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശുശ്രൂഷയ്ക്കായിട്ട് നിരന്തരം വന്നുകൊണ്ടിരുന്ന സ്ഫടികൻ എന്ന് പറയുന്ന കണ്ണൂരിലുള്ള പാസ്റ്റർ, എല്ലാറ്റിലുപരി എന്റെ ആത്മീക ഇന്നും വ്യക്തിപരമായി പോളച്ച എന്തുകൊണ്ട് വിശേഷം മോനെ, കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിരുന്നു, എന്ന് വിളിച്ച് മോനെ എന്ന് വിളിച്ച് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്ക് കാണുമ്പോഴൊക്കെ കണ്ടുമുട്ടുമ്പോഴൊക്കെ തമ്മിലിരുന്ന് ഡോക്ടർ PG വർഗീസ് അങ്കിള്, ഇങ്ങനെ ഒത്തിരി ആളുകൾ ഈ പ്രദേശത്ത്, വിദേശ രാജ്യങ്ങളിൽ പലരുണ്ട്. ഒരു ഭാരം വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് വിശേഷങ്ങൾ കരുതുന്നു, നടത്തുന്നു, വഴിയൊരുക്കുന്നു. മഞ്ഞയെ പൊഴിക്കുന്ന ദൈവം, കാടയെ നൽകുന്ന ദൈവം, ഏരിയാവിന് വേണ്ടി തുരുത്തിയെ ആരവിയ നിറച്ചു കൊടുക്കുന്ന ദൈവം, വിധവയെ ഒരുക്കി കൊടുക്കുന്ന ദൈവം, എരിയത്ത് ഒരുക്കി കൊടുക്കുന്ന ദൈവം. നമ്മുടെ ദൈവത്തിന്റെ സവിശേഷതകൾ വർണ്ണിച്ചാൽ പക്ഷെ ഈ ദൈവം നല്ലവരാണ്. ആ ദൈവം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യക്കാരായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. എന്റെ കർത്താവേ, എന്നാൽ നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ അറിഞ്ഞിട്ട് ഒരു വാക്കിൽ അവന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, പങ്കുവെക്കുവാൻ മടിയുള്ളവരാണെങ്കിൽ, ഭയമുള്ളവരാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കട്ടെ. മാനസികമായ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, അവരെ വേദനിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളാണ് അങ്ങനെ കടന്നു പോകുന്നത്, അവർക്ക് ദുഃഖിക്കുന്ന മക്കളുണ്ടെങ്കിൽ, എല്ലാവരും നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആ നാമത്തെ ഒന്ന് വിളിക്കാം. വേറെ ഒന്നും ചെയ്യേണ്ട. യേശുവേ എന്നത് വിളിക്കൂ. യേശുവേ, ഞങ്ങൾ അങ്ങേ വിളിക്കുന്നു, ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുന്നു. നാഥാ, നീ വലിയവനാണ്, നീ നല്ലവനാണ്. അങ്ങയുടെ പുണ്യാഗ്രഹം ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു എന്ന് ഞങ്ങൾ ഇപ്പോൾ അറിയട്ടെ. അങ്ങയുടെ നല്ല ആത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ നല്ല വചനം ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. അവിടുത്തെ കുറുകി പോകാത്ത കരം ഞങ്ങളുടെ മേൽ വെക്കണമേ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം ആകട്ടെ. യേശുവിൻ നാമത്തിൽ അബന്ധനം കഴിയട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മനോവേദകൾ മാറട്ടെ. ഹൃദയം ഉറങ്ങിയവരുടെയും തകർന്നവരുടെയും മുറിവുകൾ കെട്ടപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവിടെ മേലയക്കണമേ. അവിടെ ദൈവത്തിന്റെ കൃപകൾ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ അവർ വ്യാപരിക്കട്ടെ. അപ്പാ, ഹല്ലേലൂയ. അവരെ സഹായിക്കണം. എല്ലാവരെയോട് പ്രാർത്ഥിക്കുന്നു. അടിയെ സഹായിക്കാൻ ദൈവം ഉപയോഗിച്ച എല്ലാവരോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ജോയ്സ് TV പ്രവർത്തകരെയും എല്ലാവരെയോട് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവ് സ്നേഹമുള്ളവനായ ദൈവത്തിൻ്റെ ആ മഹാസ്നേഹത്തെ മനസ്സിലാക്കുവാനും, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ കർത്താവ് ഹല്ലേലൂയ രക്ഷിച്ചതായ വിധങ്ങൾ കർത്താവിൻ്റെ ദാസനിലൂടെ കേൾക്കുവാനും ദൈവം അവിടുന്ന് സഹായിച്ചു. ഇതുപോലെ അനേക ജീവിതങ്ങൾ ഉണ്ടായിരിക്കും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. കർത്താവിൻ്റെ ദാസൻ്റെ സാക്ഷ്യം അനേകർക്ക് ആശ്വാസവും തണലും തണുപ്പും ഒക്കെ ആകട്ടെ. അനേകർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ജയിലിലുള്ള എല്ലാ മിനിസ്ട്രികളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദിയുണ്ട്. കർത്താവിൻ്റെ ദാസനെ കർത്താവിനെ ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ. താങ്ക് യു.